നമസ്കാരം, മിത സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. നോവലിസ്റ്റ് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിലെ 16, 17, 18 ഭാഗങ്ങൾ കേൾക്കാം. 16. നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? റൂമിൽ വന്നു കയറിയ ഉടനെ സാക്ഷി അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ കണ്ടില്ല, ഫോൺ ബാഗിലായിരുന്നു. എന്തുപറ്റി? ഒന്നും പറയണ്ട. ആ ദേവു ഉറക്കമുണർന്നപ്പോൾ മുതൽ കരച്ചിലാണ്. ഞാനും അശ്വിനിയും മാറി മാറി ചോദിച്ചിട്ടും അവൾ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഒരുപാട് നേരം പോയി വിളിച്ചു. ഇപ്പോൾ റൂമിൽ നിന്ന് പുറത്തും ഇറങ്ങുന്നില്ല. നീ ഒന്ന് പോയി സംസാരിക്ക്. ദേവു, വാതിൽ തുറക്ക്, അതിഥിയാണ്. വീണ്ടും കതകിൽ കൊട്ടാൻ തുടങ്ങുന്ന മുൻപേ ദേവിക വാതിൽ തുറന്നു. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണും മുഖത്തെ വാട്ടവും കണ്ടപ്പോഴേ ശകാരിച്ച് സംസാരിക്കേണ്ടെന്ന് അവൾക്ക് തോന്നി. എന്താ ദേവു എന്ന ഒറ്റ ചോദ്യത്തിൽ തന്നെ അവൾ നിയന്ത്രണം വിട്ട് അതിഥിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായല്ലേ? അതിഥി അവളെ പിടിച്ച് കട്ടിലിൽ ഇരുത്തി. വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാ ചേച്ചി. പിന്നെ അത്രയും ദൂരം പോയിട്ട് അവൻ അത്ര ആഗ്രഹിച്ചിട്ട് പിന്നെ ഞാൻ നോ പറഞ്ഞാൽ അവന് വിഷമമാവും. ഇനി ഇതിൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടേന്ന് കരുതി. നീ പ്രിപ്പയർഡ് അല്ല എന്ന് പറയായിരുന്നില്ലേ? അതിനിപ്പോൾ എന്താ പ്രസക്തി? ഇപ്പോൾ എനിക്ക് മാത്രമല്ലേ വിഷമമുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? ദേവിക വീണ്ടും പൊട്ടിക്കരയാനൊരുങ്ങുന്നത് കണ്ട് അതിഥി അവളെ ചേർത്തു പിടിച്ചു. ദേവു, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നിന്റെ ഇഷ്ടത്തിനിവിടെ മറ്റെന്തിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉണ്ട്. നീ ഓക്കെ അല്ലാതെ ഇഷ്ടമില്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയും നീ ഒന്നും ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അവൻ ഇതിനെ അമേരിക്ക വരെ വിളിച്ചുകൊണ്ടു പോയാലും നിന്നെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തല്ല നിങ്ങൾക്കിടയിൽ സെക്സ് സംഭവിക്കേണ്ടത്. എന്തായാലും ഞങ്ങൾ മാരേജ് ചെയ്യാൻ പോകുന്നവരല്ലേ, അപ്പോൾ പിന്നെ ഇതിൽ പ്രശ്നമില്ലല്ലോ. അടിപൊളി, ഇതും അവൻ പറഞ്ഞു തന്നതായിരിക്കും അല്ലേ? അത്രയും നേരം ക്ഷമിച്ചു നിന്ന അതിഥിക്ക് ദേഷ്യം വന്നു. നീ പ്രായപൂർത്തിയായ കുട്ടിയാണ്. സെക്സ് ഒരിക്കലും തെറ്റല്ല. പക്ഷെ അത് കഴിഞ്ഞു വന്ന് നീ ഇവിടെ നിന്ന് കരയുന്നതിൻ്റെ അർത്ഥം നിനക്കിപ്പോൾ അത് വേണ്ടായിരുന്നു. നീ അതിന് റെഡിയല്ലായിരുന്നു എന്നാണ്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും നോ പറയണമെന്ന് തോന്നുമ്പോൾ അത് പറയാൻ പഠിക്കേ. ഈ റിലേഷൻഷിപ്പിൽ നീ എത്രമാത്രം കംഫർട്ടാണെന്ന് ഒന്നുകൂടെ ആലോചിച്ചു നോക്കൂ. എല്ലാത്തിലും ഉപരി ഇത് നിന്റെ ജീവിതമാണ്. എല്ലാ കാലത്തും ഒരാളെ അനുസരിച്ചു കൊണ്ട് മാത്രം ജീവിക്കണോ വേണ്ടയോ എന്ന് നീ തീരുമാനിക്കും. ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്ന ദേവികയുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അതിഥി പറഞ്ഞു. ദേവികയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവൾ ഉറങ്ങിയ ശേഷമാണ് അതിഥി റൂമിലെത്തിയത്. അടുത്തയാഴ്ച അശ്വിനിയുടെ കല്യാണത്തിന് പോകാൻ സാക്ഷി എടുത്ത സാരിയുടെ ഭംഗി നോക്കലെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോഴേക്കും ഒരുപാട് വൈകി. പിറ്റേന്ന് പുലർച്ചെ കണ്ണു തുറന്നത് മേശയ്ക്ക് മുകളിൽ വെച്ച ഓർക്കിഡ് പൂക്കളിലേക്കാണ്. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഓർക്കിഡിന് സന്തോഷത്തിൻ്റെ നിറമാണ്. കാരണം പോലും അറിയാതെ രാവിലെ മുഖത്ത് പടരുന്ന ഈ ചിരി അതിൻ്റേതാവാം. അതോ ആ ഓർക്കിഡ് പൂക്കൾ കൈമാറുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ തൻ്റെ കൈകളിലേക്ക് പടരുന്ന അവൻ്റെ വിരലുകളിലാണോ ആ സന്തോഷമിരിക്കുന്നത്? ഇപ്പോൾ പോയാൽ ഇന്ന് നിനക്ക് സമയത്ത് ഓഫീസിൽ കയറാം. ഓരോന്നാലോചിച്ച് ബെഡിൽ ചിരിച്ചിരുന്ന അതിഥിയുടെ തലക്ക് കൊട്ടി സാക്ഷി അവസാന ശാസനയെന്നോണം പറഞ്ഞു. ഓഫീസിലേക്ക് തിരക്കിട്ട് നടക്കുന്നതിനിടയിൽ തന്നെ കണ്ടിട്ടും ഒരു ചിരി പോലും നൽകാതെ കടന്നുപോയ ശരണിനെ കണ്ട് അന്താളിച്ചു നിന്ന അതിഥിക്ക് അപ്പോൾ തന്നെ അവൻ്റെ കോൾ വന്നു. എന്തേ, ദേഷ്യം വരുന്നുണ്ടോ? അവൻ അല്പം കുസൃതി ഒളിപ്പിച്ച് ചോദിച്ചു. എനിക്ക് എന്തിന് ദേഷ്യം വരാനാ? ചായക്കടയിൽ മാറി നിന്ന് അവളെ നോക്കിക്കൊണ്ടിരുന്ന അവനെ ശ്രദ്ധിക്കുന്നില്ലെന്ന് നടിച്ച് അവൾ മുന്നോട്ട് നടന്നു. നിനക്കൊരു കാര്യം അറിയോ? എനിക്കിപ്പോൾ ഓടി വന്ന് നിന്നെ മുറുക്കെ കെട്ടിപ്പിടിക്കണം എന്നുണ്ട്. പക്ഷേ വേണ്ട. ഇപ്പോൾ തന്നെ എല്ലാ സമയത്തും നീ എൻ്റെ കൂടെയാണെന്ന പരാതിയാണ് എല്ലാവർക്കും. ഓഫീസിലും കൂടെ വന്ന് ഞാൻ അത് വീണ്ടും കൂട്ടുന്നില്ല. നമുക്ക് വൈകിട്ട് കാണാം. ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടാക്കാം. അവൻ മിണ്ടാതെ പോയതിൽ ചെറിയ പരിഭവമുണ്ടെങ്കിലും പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നി. വൈകിട്ട് കാണാമെന്ന ഉറപ്പു നൽകി അവൾ ഫോൺ കട്ട് ചെയ്തു. നീ എന്താ നിലാവത്തഴിച്ചു വിട്ട കോഴിയെപ്പോലെ നടക്കുന്നത്? ലിഫ്റ്റിൽ നിന്നിറങ്ങി ചിരിച്ചുകൊണ്ട് ഡെസ്കിലേക്ക് നടന്ന അവളെ ആദി പിടിച്ചു നിർത്തി. ഇത്ര കൃത്യമായി പറയാൻ നിലാവത്ത് നീ എത്ര കോഴികളെ അഴിച്ചു വിട്ടിട്ടുണ്ട്? ഓ, നമ്മൾ കോഴികളെയൊന്നും അഴിച്ചു വിട്ടിട്ടില്ല. പക്ഷേ നിന്റെ കുറച്ചു നാളായുള്ള മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നൊന്നും കരുതണ്ട. എന്തു മാറ്റം? ശരണിൻ്റെ കാര്യം ആദിയോട് പറയണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്തതിനാൽ അവൾ ഒന്നുമില്ലെന്ന പോലെ വിഷയം മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. എടീ, ഞാൻ നാളെ നാട്ടിൽ പോകും. ചേച്ചിയുടെ കല്യാണം ഏകദേശം നടക്കുന്ന മട്ടാണ്. ഞാനും കൂടെ വന്നിട്ട് തീരുമാനിക്കാമെന്നാണ് അവർ പറയുന്നത്. ലോണിൻ്റെ കാര്യമൊക്കെ ശരിയാക്കണം. അപ്പോൾ നിന്റെ സിനിമ? എന്ത് സിനിമ? ഞാൻ ഇവിടെയൊക്കെ കാണും.
ഞാൻ ഒരാഴ്ച പോയാൽ നീ എന്നെ മിസ് ചെയ്യുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം. അയ്യടാ, മിസ് ചെയ്യാൻ പറ്റിയ ഒരു മുതൽ. എനിക്കൊരാഴ്ച നല്ല സമാധാനം കിട്ടും, അത്ര തന്നെ. അതേടി, നീ ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്കറിയാം. ഞാൻ നാട്ടിൽ പോയിട്ട് ആദ്യം എന്നാ വരുന്നേ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാൻ വരരുത് കേട്ടോ. അവളുടെ തലയ്ക്ക് ചെറുതായൊരു തട്ടുകൊടുത്ത് അവൻ ദേഷ്യത്തിൽ തിരിഞ്ഞു നടന്നു. അവനില്ലാതെ ഇവിടേക്ക് കയറി വരുന്നത് പോലും തനിക്ക് ഓർക്കാൻ വയ്യെന്ന കാര്യം അവൾക്ക് നന്നായി അറിയാം. പക്ഷെ അതൊരിക്കലും അവന് സമ്മതിച്ചു കൊടുക്കാൻ തോന്നിയിട്ടില്ല. ലഞ്ചിന് ഗീതു ചേച്ചിയെ വിളിക്കാൻ പോയപ്പോൾ ശക്തി അവർ ഫോണിൽ ആരോടോ ദേഷ്യപ്പെടുന്നത് കണ്ട് വേഗം തിരിച്ചു വന്നു. കുറച്ചു കഴിഞ്ഞ് ലഞ്ച് ബോക്സുമായി അടുത്തു വന്ന ചേച്ചിയോട് കാര്യം അന്വേഷിക്കാൻ ആർക്കും വലിയ ധൈര്യമുണ്ടായില്ല. ഭക്ഷണം കഴിച്ചു പോകാൻ നേരം നീ നൈസായി കാര്യം ചോദിക്കേ, നീയാകുമ്പോൾ ഇങ്ങനത്തെ സാഹചര്യമൊക്കെ നന്നായി കൈകാര്യം ചെയ്യുമെന്ന ഒറ്റ വാക്കിൽ ആ ഉത്തരവാദിത്വം മുഴുവൻ അതിഥിയുടെ തലക്കിട്ട് ആദിയും ശക്തിയും കൈയൊഴിഞ്ഞു. ചേച്ചി, എല്ലാം ശരിയാവും, വെറുതെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. കുറച്ചു ദിവസത്തെ അടുപ്പം മാത്രമുള്ള ചേച്ചിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാനുള്ള മടിയോടെ അതിഥി പറഞ്ഞു. എന്ത് ശരിയാവാൻ? ഒന്നും ശരിയാവില്ല. ഞാൻ ഒരു കുട്ടിയെയും ഉണ്ടാക്കി വീട്ടിലിരുന്നാൽ എല്ലാവർക്കും സന്തോഷമാവും. അതിനിപ്പോൾ എനിക്ക് മനസ്സില്ല. കല്യാണം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടാവാത്തതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നുണ്ടാവാനിടയുള്ള ചോദ്യങ്ങൾ കേട്ട് സഹിക്കെട്ടതാണ് ഈ ദേഷ്യത്തിനുള്ള കാരണമെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അതിഥി, നിനക്കറിയോ, ചേട്ടനിപ്പോൾ ഒരു ജോലി പോലുമില്ല. ഉണ്ടായ ജോലിയിൽ ഒരു സമാധാനമില്ലാതെ വന്നപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത് റിസൈൻ ചെയ്ത് ഗവൺമെൻറ് ജോലിക്ക് വല്ലതും ശ്രമിക്കാൻ. അതുവരെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം ഞാൻ നടത്താമെന്ന്. എൻ്റെ കല്യാണം നടത്താൻ വേണ്ടി വീട് പുതുക്കി പണിതതിൻ്റെയും സ്വർണമെടുത്തതിൻ്റെയും ലോൺ അടയ്ക്കുന്നത് ഞാനാണ്. ഈ ചെറിയ ശമ്പളത്തിൽ ഞാൻ ഇതെല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു കുട്ടി വേണ്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ എടുത്ത തീരുമാനമാണ്. പക്ഷേ ആർക്കാണ് പ്രശ്നമെന്ന ചോദ്യങ്ങളും കുത്തുവാക്കുകളും എല്ലാം എനിക്കു മാത്രം. കുട്ടിയെ ഉണ്ടാക്കി കഴിഞ്ഞ് കയ്യിൽ കൊടുത്താൽ ഈ പറയുന്ന വീട്ടുകാർ നോക്കില്ലല്ലോ. അതിനെ മര്യാദയ്ക്ക് വളർത്താൻ ഞങ്ങൾ തന്നെ സമ്പാദിക്കണ്ടേ? സത്യം പറഞ്ഞാൽ നമ്മുടെയെല്ലാം ഈ ഗതികെട്ട അവസ്ഥയ്ക്ക് കാരണം സ്വന്തം വീട്ടുകാർ തന്നെയാണ്. ഇപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ലോൺ എടുപ്പിച്ച് കല്യാണം കഴിപ്പിച്ചു. എന്നിട്ട് എന്തോ ഭാരം ഇറക്കി വെച്ച പോലെ ഒരു സംസാരവും. അതിൻ്റെ ബാധ്യത ഒഴിയുന്നതിന് മുൻപേ അവർക്ക് കണ്ണടയുന്നതിന് മുൻപേ പേരക്കുട്ടിയെ കാണണമത്രേ. ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും. എത്രയെന്ന് വെച്ചിട്ടാ ഈ സഹിക്കുന്നത്? അവരെന്താണ് നമ്മളെ ഒരല്പം പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്? ദേഷ്യമെല്ലാം പറഞ്ഞു തീർത്തപ്പോൾ ഇനി ഏതു നിമിഷവും പൊട്ടിക്കരയുമെന്നുറപ്പുള്ള ചേച്ചിയെ അവൾ ചേർത്തു പിടിച്ചു. എന്താടോ, നിനക്ക് വയ്യേ? വലിയ സംസാരമൊന്നുമില്ലാതെ ബൈക്കിന് പുറകിൽ അവൻ്റെ തോളിൽ തലചായ്ച്ചു കിടന്ന അതിഥിയെ തിരിഞ്ഞു നോക്കി ശരൺ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ ഗീത ചേച്ചിയെക്കുറിച്ച് ആലോചിച്ചതാ. ചേച്ചി പറഞ്ഞതിലും കാര്യമുണ്ട്. പലപ്പോഴും നമുക്കൊക്കെ ജീവിതത്തിൽ വലിയ മുറിവുകൾ സമ്മാനിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ്. ഞാനും നിന്നെ വേദനിപ്പിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ലയെന്ന് പറഞ്ഞാൽ കള്ളമാകും. പക്ഷേ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. വിശ്വാസത്തിൽ ഒരുപാട് തവണ പോറലേറ്റ അവളോട് വീണ്ടും അതിനെക്കുറിച്ച് വാദിച്ചിട്ട് കാര്യമില്ലെന്ന് നന്നായി അറിയാവുന്നത് കൊണ്ട് അവൻ അതിനു മറുപടി പറഞ്ഞില്ല. എടോ, ഞാൻ നിനക്കിന്ന് ഡിന്നർ ഉണ്ടാക്കി തരട്ടെ. എൻ്റെ ഫ്ലാറ്റിൽ ആരുമില്ല. 10 മണിക്ക് മുൻപേ തിരിച്ചു കൊണ്ടുവിടാം. എന്തു പറയുന്നു? പ്ലാനൊക്കെ കൊള്ളാം. പക്ഷേ ഫ്ലാറ്റിലെത്തി അവസാനം ഞാൻ കിച്ചണിൽ കയറുമെന്ന് പ്രതീക്ഷിക്കണ്ട. പിന്നെ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യാമെന്ന പ്രതീക്ഷയും വേണ്ട. വാക്ക് പറഞ്ഞാൽ വാക്കാണ്. നീ തന്നെ ഉണ്ടാക്കണം. ഈ കാര്യത്തിലെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കടോ. എല്ലാത്തിലും ചോദ്യങ്ങളും സംശയങ്ങളും ഉള്ളത് നല്ലതാണ്. പക്ഷെ ഇടയ്ക്കൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊന്ന് ചിന്തിച്ചാലെന്താ? അവൻ്റെ ശബ്ദത്തിൽ അല്പം വിഷമം തോന്നിയത് കൊണ്ടാകാം മനസ്സിൽ കയറി വന്ന ബാക്കി ചോദ്യങ്ങളെ അവൾ തൽക്കാലം പിടിച്ചിരുത്തി. അപ്പാർട്ട്മെൻറ്റിൻ്റെ ഗേറ്റ് തുറന്നു കൊടുത്തപ്പോൾ സംശയത്തോടെ തന്നെ തുറച്ചു നോക്കിയ സെക്യൂരിറ്റിയെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. നാടും നഗരവുമൊക്കെ മാറിയാലും സദാചാരത്തിന് എല്ലായിടത്തും എന്നും ഒരേ ഭാവമാണ്. നിങ്ങളുടെ ഫ്ലാറ്റിൽ പെൺകുട്ടികളാരും വരാറില്ലേ? 3-ാം നിലയിലേക്കുള്ള ലിഫ്റ്റ് കാത്തു നിൽക്കുന്നതിനിടെ അവൾ ചോദിച്ചു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം സ്ഥിരമായി ഇവിടെ തന്നെയാണ് കൂടുന്നേ. എന്തേ, പേടിയുണ്ടോ? എനിക്കെന്തിനാ പേടി? ഞാൻ ആ സെക്യൂരിറ്റിയുടെ നോട്ടം കണ്ടിട്ട് ചോദിച്ചതാ. അതല്ല, ലിഫ്റ്റിൽ കയറാൻ പേടിയുണ്ടോന്ന്. എന്തിനെ? നീ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ആരുമില്ലാത്ത ലിഫ്റ്റിൽ കയറുമ്പോൾ ഈ കാമുകന്മാർ നൈസായിട്ടൊരു കിസ്സൊക്കെ കൊടുക്കുന്നത്? എന്നെ റൊമാൻറ്റിക് പരിപാടിയല്ലേ? അയ്യടാ, എനിക്കത്ര റൊമാൻറ്റിക്കായി തോന്നിയില്ല. അത് ചിലപ്പോൾ സിനിമയിൽ കണ്ടതുകൊണ്ടാവും. റിയൽ ലൈഫിൽ ചിലപ്പോൾ ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട്. അവനെ രൂക്ഷമായി തുറച്ചു നോക്കി ലിഫ്റ്റിൻ്റെ മൂലയിൽ പരിഭ്രമിച്ചു നിന്ന അവളെ കണ്ടപ്പോൾ അവന് ചിരി വന്നു. ഇത് കണ്ടിട്ട് ഒരു ബാച്ചിലർ ഫ്ലാറ്റിൻ്റെ ലുക്കൊന്നുമില്ലല്ലോ. ഫ്ലാറ്റ് മുഴുവൻ ഒരു മിന്നൽ വിസിറ്റ് നടത്തിയ ശേഷം കിച്ചണിൽ കാര്യമായി പണിയെടുത്തു കൊണ്ടിരുന്ന അവൻ കേൾക്കാനായി അവൾ അല്പം ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. എനിക്ക് സാക്ഷിയെപ്പോലെ ചെറിയ വൃത്തിയുടെ അസുഖമുണ്ടെന്ന് കൂട്ടിക്കോ.
ഇവനെ കെട്ടേണ്ടി വന്നാൽ തൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായെന്ന് അതിഥിക്ക് അതോടെ മനസ്സിലായി. എടോ, ചുമ്മാ നടക്കുവാണേൽ എന്തെങ്കിലും ചെറുതായി സഹായിക്കാം കേട്ടോ. ഇപ്പോൾ അങ്ങനെയായോ? നീയല്ലേ പറഞ്ഞേ എല്ലാം ചെയ്തോളാമെന്ന്. അവൾ അവിടെയുണ്ടായ പാത്രങ്ങൾ നീക്കിവെച്ച് അവനടുത്തായി തിണ്ണയിൽ കയറിയിരുന്നു. എന്താണ് ഇന്നത്തെ ഡിന്നർ മെനു? ഇറ്റാലിയൻ പാസ്ത പിടിച്ചാലോ? ആഹാ, അതൊക്കെ ഉണ്ടാക്കാൻ അറിയോ? നീ വെയിറ്റ് ചെയ്യ്, എന്നെക്കുറിച്ച് നീ ഇനി എന്തൊക്കെ അറിയാൻ കിടക്കുന്നു. ഒരേ സമയം ഓടി നടന്ന് ഒരുപാട് പണിയെടുത്തുകൊണ്ടിരുന്ന അവനെ കണ്ടപ്പോൾ എന്തായാലും വീട്ടിൽ അമ്മയില്ലാത്തപ്പോൾ മാത്രം അടുക്കളയിൽ കയറി ഞാൻ ചായയും ഓംലെറ്റും ഉണ്ടാക്കുമെന്ന് പറയുന്ന പുരോഗമനവാദിയല്ലെന്ന് അവൾക്ക് തോന്നി. എപ്പോഴും നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മിനുസമുള്ള നീണ്ട മുടി ഇടയ്ക്കിടെ ഷോൾഡർ കൊണ്ട് നേരെയാക്കി 100 തവണ രുചിച്ചു നോക്കി അവളെ ഇടം കണ്ണിട്ട് നോക്കിച്ചിരിക്കുന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് സ്നേഹത്തിനുമപ്പുറം എന്തോ ഒരു വാത്സല്യം തോന്നി. എടോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വീണ്ടും ഉപ്പു നോക്കാനായി പാത്രം തുറക്കാൻ പോയ അവൻ്റെ കയ്യിൽ അവൾ പെട്ടെന്ന് കടന്നു പിടിച്ചു. അപ്രതീക്ഷിതമായുള്ള അവളുടെ ആ പിടുത്തത്തിൽ ഒന്ന് പകച്ച് അവൻ ഗ്യാസ് കുറച്ചു വെച്ച് ചോദ്യത്തിനു വേണ്ടി കാതോർത്തു. നിനക്ക് തോന്നുന്നുണ്ടോ എപ്പോഴും നിനക്കെന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്ന്? ഒറ്റ വാക്കിൽ ഇതിന് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയുന്നതിനാലും ഇതിനുത്തരം കിട്ടിയില്ലെങ്കിലും അവൾക്ക് വേണ്ടത് ആ ചോദ്യത്തിന് താൻ എത്രമേൽ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന ബോധ്യമാണ്. അവൻ നനഞ്ഞ കൈ പാൻറിൽ തുടച്ച് അവളെ പൊക്കിയെടുത്ത് അവൻ അഭിമുഖമായി ഇരുത്തി. മറ്റെന്തിനേക്കാളും തന്നെ വിശ്വസിക്കണമെന്നും സ്നേഹിക്കണമെന്നും അവൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴായി ജീവിതമേൽപ്പിച്ച മുറിവുകൾ കൊണ്ട് അതിനുള്ള ധൈര്യം അവൾക്കില്ലെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. അതിഥി, ഞാനിപ്പോൾ ലോകത്തേറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഈയൊരു നിമിഷത്തിനാണ്. എൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ എനിക്ക് ചേർത്തു പിടിക്കാവുന്ന അകലത്തിൽ നീ ഉണ്ടാവുന്ന ഈ നിമിഷത്തിന്. ഇത് തരുന്ന ഒരു കംഫർട്ട്, സന്തോഷം ഉണ്ട്. അത് ഞാൻ എങ്ങനെയാണ് വേണ്ടെന്ന് വെക്കുന്നത്? പിന്നെ നിന്നെ സ്നേഹിക്കാൻ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ എവിടെയാണ് എഫേർട്ട് ഉണ്ടാവുന്നത്? നിന്റെ ഏത് അവസ്ഥയിലും ദേ ഇതുപോലെ എനിക്ക് നിന്നെ ചേർത്തു പിടിച്ചാൽ മതി. അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് അവളെ ഒന്നുകൂടെ ചേർത്തു നിർത്തി അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് നെറ്റിയിൽ ഉമ്മ വച്ചു. ഇങ്ങനെ വല്ല മൂവീസിനും ഓർമ്മ വരുന്നുണ്ടോ? നിറഞ്ഞ കണ്ണുകളിൽ കുസൃതി ഒളിപ്പിച്ച ആ ചോദ്യത്തിന് മറുപടിയായി അവൻ അവളെ പൊക്കി താഴെ ഇറക്കി പിറകിലൂടെ ചേർത്തു നിർത്തി കഴുത്തിലേക്ക് വീണുകിടന്ന മുടി ഇടതു കൈകൊണ്ട് മാറ്റിയിട്ട് അവൻ്റെ മുഖം കഴുത്തിലേക്ക് ചേർത്തു നിർത്തി 2 കൈകൊണ്ടും അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. പതിഞ്ഞ ശബ്ദത്തിൽ കാതിൽ പറഞ്ഞു, ദേ ഈ സീൻ ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഈ ഭാര്യമാരൊക്കെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഭയങ്കര റൊമാൻറ്റിക് സീൻ ആണെന്ന് വിചാരിച്ച് സ്നേഹം കാണിക്കുന്ന ഒരു സ്ഥിരം ക്ലീഷേ സാധനമില്ലേ? പിറകിലൂടെ വന്ന് സ്നേഹത്തോടെയുള്ള ഈ ചേർത്തുപിടിക്കൽ. സത്യത്തിൽ അതിനേക്കാൾ റൊമാൻറ്റിക് ആവുന്നത് വന്നു വല്ല പണിയുമെടുത്ത് സഹായിക്കുന്നതാ. എൻ്റെ കുട്ടിക്ക് ഇതിൽ ഏത് റൊമാൻസാണ് വേണ്ടത്? ശ്വാസം അടക്കി പിടിച്ചിരുന്ന അവൾ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ച് അവനെ തള്ളി മാറ്റി. 2ാമത്തെ മതി, അതാവുമ്പോൾ നമുക്ക് 2 പേർക്കും സൗകര്യമാവും. എനിക്ക് ആദ്യത്തേതും ഓക്കെയാണ് കേട്ടോ. അവൻ വീണ്ടും ഉപ്പ് നോക്കാൻ സ്പൂൺ എടുത്തു. സാരമില്ല കേട്ടോ, ഞാൻ ഒന്ന് മുഖം കഴുകിയിട്ട് വരാം. അപ്പോഴേക്കും ഫുഡാവില്ലേ? ഒരുപാട് ലേറ്റായാൽ പ്രശ്നമാണ്. ഒരു 10 മിനിറ്റ് നീ ഫ്രഷായി വന്നോ. ഹാളിന് ലെഫ്റ്റ് ഉള്ളതാ എൻ്റെ മുറി, അത് യൂസ് ചെയ്തോട്ടോ. അവൻ അവൾ കേൾക്കാനായി അല്പം ഉച്ചത്തിൽ പറഞ്ഞു. ഇതാരുടിയാ ഈ ഗിത്താർ? അവൾ മുറിയിൽ നിന്നും വിളിച്ചു ചോദിച്ചു. എൻ്റെ മുറിയിൽ ഉള്ളതാവുമ്പോൾ സ്വാഭാവികമായും എൻ്റേതാവുമല്ലോ. നീ ഗിറ്റാർ പ്ലേ ചെയ്യുമോ? ആ, ചെറുതായിട്ട്. പണ്ട് കുറച്ചു കാലം ഇതിൻ്റെ പിറകെ നടന്നിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. നീ ചോദിച്ചിട്ടുണ്ടോ? ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെക്കുറിച്ചൊന്നും അറിയില്ല. ഗിറ്റാറും പൊക്കിപ്പിടിച്ച് അല്പം പരിഭവത്തോടെ അവൾ മുറിക്ക് പുറത്തിറങ്ങി അവനെ നോക്കി. നിനക്ക് എന്തൊക്കെയാ അറിയണ്ടേ? എല്ലാം പറയാം. ആദ്യം വന്ന് ഫുഡ് കഴിക്കും. എനിക്കിത് വായിച്ചു കേൾപ്പിക്കോ? കേൾപ്പിക്കാലോ. എൻ്റെ ഫുഡ് എങ്ങനെയുണ്ട്? സംഭവം അടിപൊളി. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനൊരു പാസ്ത ഫാൻ അല്ല. പക്ഷെ നീ ഇത്ര സ്നേഹമായിട്ട് ഉണ്ടാക്കി തരുമ്പോൾ വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അടുത്ത തവണ നീ പറഞ്ഞാൽ മതി. ഇനി ഒരു തവണ കൂടെ ഉണ്ടോ? അവൾ അല്പം സംശയത്തോടെ അവനെ നോക്കി. അടുത്ത തവണ വേണ്ടേ? അവൾ അതിന് മറുപടി പറയാതെ വേഗത്തിൽ ഭക്ഷണം കഴിച്ചു. എടോ വാ, നമുക്ക് ടെറസിൽ പോകാം. റൂമിൽ അവൻ്റെ പുസ്തകങ്ങൾ മറച്ചു നോക്കിക്കൊണ്ടിരുന്ന അവളുടെ കൈപിടിച്ച് സമ്മതത്തിനു കാത്തു നിൽക്കാതെ അവൻ ടെറസിലേക്ക് നടന്നു. ഗിറ്റാറൊക്കെ ഉണ്ടല്ലോ, ടെറസിൽ കയറിയാലേ പാട്ട് വരുള്ളൂ എന്നുണ്ടോ? ഇവിടെ നല്ല രസമാണ്. പിന്നെ ഈ ടെറസിൽ ഇരുന്നാണ് ഒറ്റ രാത്രി കൊണ്ട് ഞാൻ നിന്നെ വായിച്ചു തീർത്തത്. അന്ന് വിചാരിച്ചതാ ഇതുപോലെ തണുപ്പുള്ള നിലാവുള്ള ഒരു രാത്രി നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിനക്കിഷ്ടമുള്ള പാട്ടുപാടി തരണമെന്ന്. അതിന് നിനക്കെൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടറിയോ? അതിന് മറുപടിയെന്നോണം അവൻ പുഞ്ചിരിച്ച് നിലത്തു ചാരിയിരുന്നു.
തണുത്തു മരവിച്ച കൈകൾ കൂട്ടിത്തിരുമ്മി ചൂട് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അവൾക്കരികെ വന്നിരുന്നു. ഞാനത്ര വലിയ പാട്ടുകാരനൊന്നുമല്ല. ഇഷ്ടമുള്ള പാട്ടുപാടി നശിപ്പിച്ചെന്ന് പിന്നെ പറയരുത് കേട്ടോ. ഗിറ്റാർ ട്യൂൺ ചെയ്യുന്നതിനിടെ അവൻ പറഞ്ഞു. നീ എന്നോട് ചോദിച്ചില്ലേ എപ്പോഴും ഇതേപോലെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന്? ദേ അതിനുള്ള ഉത്തരം കൂടെ തരാം. അരികിൽ നിന്നരികിൽ നിന്നകലാതെയിരിക്കാം. മിഴി രണ്ടും നനയുമ്പോൾ തുണയായിരിക്കാം. ഒരുമിച്ചൊരനുരാഗ പുഴയായിനി ഒഴുകാം. ഒരുമിച്ചാമാനത്തെ മുകിലായിത്തീരാം. ഒരുമിച്ചാമാനത്തെ മുകിലായിത്തീരാം. എനിക്ക് വേണ്ടി ആരും ഇതുവരെ ഒരു പാട്ടുപാടി തന്നിട്ടില്ല. അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ കൈ ചേർത്തു പിടിച്ചു ഷോൾഡറിൽ തലചായ്ച്ചിരുന്നു. ആ രാത്രി അവൻ അവൾക്ക് വേണ്ടി പാടിയ പാട്ടുകളൊക്കെയും പ്രണയത്തിൻ്റേതായിരുന്നു. 17. നീ ഇപ്പോൾ സ്ഥിരമായിട്ട് വൈകിയാണ് ഹോസ്റ്റലിൽ എത്തുന്നത് എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. ആഴ്ചയിലെ പതിവ് കോളിനിടയിൽ ലയ അല്പം സീരിയസ് ആയി ചോദിച്ചു. ഈ സാക്ഷിയെ ഞാൻ കൊല്ലും. അവളാണോ ഈ ന്യൂസ് എല്ലാം എത്തിക്കുന്നത്? നീ ഇനി അവളുടെ തലയ്ക്ക് കയറേണ്ട. എന്തായാലും കാര്യം സത്യമല്ലേ? ഞാൻ അവൻ്റെ കൂടെ പോകാറുണ്ട്. പക്ഷെ അവൾ ഈ പറയുന്ന പോലെ എന്നും ഒന്നുമില്ല, വല്ലപ്പോഴും. അതിഥി അവളുടെ ഭാഗം ന്യായീകരിക്കാൻ പറഞ്ഞു. എൻ്റെ അമ്മു, നീ എന്തിനാണ് ഇത്ര വെപ്രാളപ്പെടുന്നത്? നിനക്ക് അവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കാണ് അതിന് പ്രശ്നം? നിന്നെ പണ്ടത്തെ പോലെ സംസാരിക്കാൻ കിട്ടുന്നില്ലെന്ന ബുദ്ധിമുട്ട് എനിക്കും സാക്ഷിക്കും എല്ലാം ഉണ്ട്. പക്ഷേ നീ ഇപ്പോൾ എത്ര ഹാപ്പിയായി കാണുമ്പോൾ ഞങ്ങളും ഹാപ്പിയാടോ. ലയയുടെ ശബ്ദത്തിൽ തന്നെ ആ സന്തോഷമുണ്ടെന്ന് അതിഥിക്കും തോന്നി. അമ്മോ, ഞാൻ എപ്പോഴും പറയാറില്ലേ, പണ്ടൊരിക്കൽ പ്രണയത്തിൽ നിന്റെ ചോയ്സ് തെറ്റായിപ്പോയി എന്നതുകൊണ്ട് ഇനിയുള്ളതെല്ലാം അങ്ങനെയാവും എന്ന് കരുതുന്നതിൽ കാര്യമില്ലെന്ന്. നിന്നെ മനസ്സിലാക്കുന്ന, നിന്നെ നീയായി സ്നേഹിക്കുന്ന ഒരാൾ കടന്നു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ശരണിനെ വിളിക്കണമെന്ന് ഞാൻ കരുതിയതാ. പിന്നെ കരുതി ആദ്യം നിങ്ങളൊന്ന് സെറ്റാവട്ടെ എന്ന്. ഞാൻ എന്തായാലും 3 മാസം കഴിഞ്ഞാൽ നാട്ടിൽ വരും. അപ്പോൾ അളിയനെ നേരിട്ട് കാണാലോ. ഓഹോ, അപ്പോഴേക്കും നീ അവനെ അളിയനാക്കിയോ? അല്ലാതെ പിന്നെ നിനക്കെന്താ, കെട്ടാൻ പ്ലാനൊന്നുമില്ലേ? അറിയില്ല, ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. കാണുമ്പോഴും സംസാരിക്കുമ്പോഴുമൊക്കെ സമയം ഓടിപ്പോകും. അച്ചൂടാ, പെണ്ണിന് നാണമൊക്കെ വന്നു തുടങ്ങി. ലയ അവളെ കളിയാക്കി ചിരിച്ചു. പണ്ടൊക്കെ ലയ വിളിക്കുമ്പോൾ ഒരുപാട് എന്തൊക്കെയോ സംസാരിക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 1 മണിക്കൂറിലേറെ സംസാരിച്ചത് അവനെക്കുറിച്ച് മാത്രമാണ്. തൻ്റെ ലോകം പെട്ടെന്ന് അവനിലേക്കു മാത്രം ഒതുങ്ങിയ പോലെ അവൾക്ക് തോന്നി. എത്ര വേണ്ടെന്നു പറഞ്ഞാലും പിടിച്ചു വെക്കാൻ ശ്രമിച്ചാലും മനസ്സ് ഒരു ബലൂൺ കാണുമ്പോൾ അമ്മയുടെ കൈവിട്ട് ഓടിപ്പോകുന്ന കുട്ടികളെപ്പോലെ അവനിലേക്കു തന്നെ ഓടിപ്പോവുകയാണ്. വെറുതെ മിണ്ടിക്കൊണ്ടിരിക്കുക, ചേർത്തു നിർത്തുക, സ്നേഹിക്കുക എന്നതിനപ്പുറം വലിയ നിർവചനങ്ങളുടെ ഒന്നും ആവശ്യം പ്രണയത്തിനില്ലെന്ന് തോന്നുന്നു. ഇന്ന് പുറത്തു പോകാമെന്ന് അവൻ 1000 വട്ടം വിളിച്ചെങ്കിലും അശ്വിനിയുടെ ഹോസ്റ്റലിലെ അവസാന ദിവസമായതിനാൽ വേണ്ടെന്ന് വെച്ചു. രാവിലെ സാക്ഷിയും അതിഥിയും ദേവികയും കൂടി അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു. കല്യാണം കഴിഞ്ഞ് 2 പേരും കൂടെ ഒരുമിച്ച് പുതിയ ഫ്ലാറ്റിലേക്ക് മാറണമെന്നാണ് ആദ്യം തീരുമാനിച്ചത്. കല്യാണം കൂടാൻ അവളുടെ നാട്ടിൽ നിന്നും ഫാമിലി വരുമ്പോൾ നിൽക്കാൻ ഇനി വേറെ സ്ഥലം നോക്കേണ്ടെന്ന ധാരണയിൽ ഈ ആഴ്ച തന്നെ അവൾ ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ പോരെ എന്ന ഐഡിയ കൊടുത്തത് സാക്ഷിയാണ്. പാക്കിങ്ങിനും പരിപാടികൾക്കുമെല്ലാം മുന്നിൽ നിന്നെങ്കിലും അശ്വിനി പോകുന്നതിൽ സാക്ഷിക്ക് നല്ല വിഷമമുണ്ടെന്ന് അവളുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാമായിരുന്നു. അവൾ ഇന്നു കൂടിയല്ലേ ഇവിടെയുള്ളൂ, നമുക്ക് രാത്രി കുപ്പി വാങ്ങിച്ചാലോ? മുറിയിൽ മുഖം വേർപ്പിച്ച് ഫോണിൽ കുത്തിയിരുന്ന സാക്ഷിയെ ഉഷാറാക്കാനായി അതിഥി ഒരു ഐഡിയ ഇട്ടു. ഹാ ചേച്ചി, ബാക്കി എല്ലാ റൂമിലുള്ളവരും എന്നും രാത്രി വാങ്ങാറുണ്ട്. നമ്മൾ മാത്രമേ ഈ ഹോസ്റ്റലിൽ കുപ്പി കയറ്റാത്തതായുള്ളൂ. നമുക്ക് എന്തായാലും വാങ്ങാം, ഞാൻ റെഡി. ദേവിക അതിഥിക്ക് പിന്തുണയുമായി എത്തി. നമുക്കെന്നാൽ അശ്വിനിക്ക് ഒരു സർപ്രൈസ് ഫെയർവെൽ പാർട്ടി കൊടുക്കാമല്ലേ? സാക്ഷിയും പെട്ടെന്ന് ഉഷാറായി. ഫ്ലാറ്റിൽ സാധനങ്ങളിറക്കി രാത്രി അശ്വിനി വരുമ്പോഴേക്കും റൂമിൽ ഡെക്കറേഷൻസിനും ഭക്ഷണം വാങ്ങിക്കാനും ദേവികയെ പറഞ്ഞുവിട്ട് കുപ്പി വാങ്ങാൻ അതിഥിയും സാക്ഷിയും കൂടെ പുറത്തിറങ്ങി. ബാംഗ്ലൂരിനെ യുവാക്കൾക്ക് ഇത്രയേറെ ഇഷ്ടമുള്ളതാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പെട്ടിക്കടകൾ പോലെ നിരന്നു കിടക്കുന്ന മദ്യഷോപ്പുകളാണെന്ന് വന്നുകയറിയ ഒരാഴ്ച കൊണ്ട് അതിഥിക്ക് മനസ്സിലായതാണ്. ഇതിലേതാ വാങ്ങുന്നത് എന്ന വല്ല ധാരണയുണ്ടോ? ഓട്ടോ പിടിച്ച് വൈൻ ഷോപ്പിലെത്തി ലിക്കർ ബോട്ടിൽ തിരിച്ചും മറിച്ചും ഭംഗി ആസ്വദിച്ചു കൊണ്ടിരുന്ന സാക്ഷിയെ തട്ടി വിളിച്ച് അവൾ സ്വകാര്യമെന്നോണം ചോദിച്ചു. അതിനിപ്പോൾ വലിയ ധാരണയൊന്നും വേണ്ട, നമുക്കൊരു 8 ബിയർ മേടിക്കാം. ബിയറോ? എനിക്ക് വേണ്ട, വയറു വീർക്കും. എനിക്ക് ഹോട്ട് മതി. എടി ശവമേ, കാണുന്ന പാവമേ ഉള്ളൂ അല്ലേ? നീ സത്യം പറ, പണ്ട് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് നിന്നെ പുറത്താക്കിയത് കുപ്പി കയറ്റിയിട്ടല്ലേ? സാക്ഷി പോലീസ് വിസ്താരത്തിനൊരുങ്ങി. എൻ്റെ സാക്ഷി, ഞാൻ വല്ലപ്പോഴുമേ കഴിക്കാറുള്ളൂ. നീ ഒരു 4 ബിയറും ഒരു മാജിക് മൊമെൻറ്റ്സും വാങ്ങിക്ക്. നമ്മളിവിടെ കിടന്നു കറങ്ങാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി.
എനിക്കെൻ്റെ നാടിനെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതേ ബിവറേജിന് മുന്നിൽ ഇങ്ങനെ വരി നിൽക്കുന്നത് വളരെ നോർമലായി കാണുന്ന ഒരു നാട്, അത്രയേ ഉള്ളൂ. ബിൽ കൗണ്ടറിന് മുൻപിലുള്ള പെൺകുട്ടികളുടെ നീണ്ട വരി കണ്ടപ്പോൾ സാക്ഷി ഒരു ആത്മഗതമെന്നോണം പറഞ്ഞു. ആഹാ, പെൺകുട്ടികളെ വെള്ളമടിപ്പിച്ച് പുരോഗമനം കൊണ്ടുവരണം എന്നാണോ മാഡം പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല, പെൺകുട്ടികൾ വെള്ളമടിക്കുന്നതും നോർമലാണ് എന്നുള്ള ഒരു സെറ്റപ്പ്, അത്രയേ ഉള്ളൂ. വാർഡിൻ്റെ കണ്ണുവെട്ടിച്ച് ഹോസ്റ്റലിൽ കുപ്പി കയറ്റാൻ കുറച്ച് സമയമെടുത്തെങ്കിലും അവരെത്തിയപ്പോഴേക്കും ദേവിക റൂമെല്ലാം ഡെക്കറേറ്റ് ചെയ്തിരുന്നു. ഈ ചേച്ചി എന്താ വരാനിത്ര വൈകുന്നത്? ബിയർ തണുപ്പ് പോയാൽ പിന്നെ വലിയ കയ്പാണ് കേട്ടോ. കയ്പുള്ള ബിയർ കുടിക്കുന്ന ടെൻഷനിൽ റൂമിനുള്ളിൽ വെപ്രാളത്തോടെ നടന്നുകൊണ്ട് ദേവിക പറഞ്ഞു. അല്ല, ഈ ബിയർ കുടിക്കാൻ നീ പെർമിഷൻ എടുത്തായിരുന്നോ? ഞാനൊന്നും പറയാൻ പോയില്ല. എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് വേഗം കിടക്കുവാണെന്ന് പറഞ്ഞു. പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഐറ്റം നല്ല വീട്ടിലെ പെൺകുട്ടികൾ ഇങ്ങനെ വെള്ളമടിക്കില്ല എന്നൊക്കെയാവും. പക്ഷേ നല്ല വീട്ടിലെ ആൺകുട്ടികൾക്ക് എന്തുമാവാം. പിന്നെ എപ്പോഴെങ്കിലും അറിഞ്ഞാൽ ഇനി അതൊരു പ്രശ്നമാവും ട്ടോ. നീ ഇനി ഇതും പോയി പറയാൻ നിൽക്കണ്ട. അതിഥി ഒരു താക്കീതെന്ന വണ്ണം പറഞ്ഞു. ചേച്ചി ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് പലരോടും കള്ളം പറയേണ്ടി വരുന്നത് സത്യം പറഞ്ഞാൽ സ്വീകരിക്കില്ല എന്നുറപ്പുള്ളവരുടെ അടുത്താണ്. എന്തുകൊണ്ട് പലതും പറഞ്ഞില്ല എന്നതിൻ്റെ ഉത്തരം പറയാനുള്ള സ്പേസ് നീ എനിക്ക് തന്നിരുന്നില്ല എന്നതാണെന്ന് പോലും മനസ്സിലാക്കാൻ അവർ ശ്രമിക്കില്ല. വെള്ളമടിക്കുന്നതിന് മുൻപേ കുട്ടി ഫിറ്റായെന്ന് തോന്നുന്നു. നല്ല ചിന്തകളൊക്കെ വരുന്നുണ്ട്. രണ്ടുപേരും അവളെ കളിയാക്കി ചിരിച്ചു. സർപ്രൈസ്! അശ്വിനി റൂമിൽ കയറിയ പാടെ 3 പേരും ഒരുമിച്ച് അവളെ കെട്ടിപ്പിടിച്ചു. ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യും. അശ്വിനി സാക്ഷിയുടെ ബെഡിൽ ചാരിയിരുന്ന് തണുപ്പ് പോയി തുടങ്ങിയ ബിയർ ഒരു കവിൾ കുടിച്ചു. അതിന് ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കില്ല. എല്ലാ ആഴ്ചയും ഫ്ലാറ്റിൽ വന്ന് ഹാജരിട്ടേക്കാം. പിന്നെ നീ വേറെ ഒരു കാര്യം ആലോചിച്ചു നോക്കിയേ. എത്ര വർഷത്തെ നിന്റെ കാത്തിരിപ്പാണ് ഈ ദിവസവും മുന്നോട്ടുള്ള ജീവിതവും. അതിൻ്റെ ഇടയ്ക്ക് നിനക്ക് ഞങ്ങളെ ഓർക്കാൻ സമയം കിട്ടിയാൽ ഭാഗ്യം. അതിഥി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇത്രയും വർഷം അധ്വാനിച്ച പൈസ മുഴുവൻ ചിലവായി. വീട്ടുകാരുടെ സഹായമില്ലാതെ കല്യാണം നടത്താമെന്ന് ഞങ്ങൾ 2 പേരും എടുത്ത തീരുമാനമാണ്. വളരെ ചെറിയ രീതിയിൽ നടത്തിയാൽ മതി എന്നാണ് ആദ്യം കരുതിയത്. പിന്നെ പൈസ തന്നില്ലെങ്കിലും വീട്ടുകാർക്ക് ആവശ്യത്തിലധികം അഭിപ്രായങ്ങളുണ്ടാകുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ കയ്യിലുണ്ടായ പൈസ മുഴുവൻ നുള്ളിപ്പെറുക്കിയാണ് മണ്ഡപത്തിലേക്ക് കയറുന്നത്. ഇനി എന്താ മുന്നോട്ടെന്ന് ആലോചിക്കുമ്പോൾ ടെൻഷനാണ്. അശ്വിനിയുടെ വാക്കുകളിൽ ചെറിയൊരു ഇടർച്ചയുണ്ടായിരുന്നു. എല്ലാം ശരിയാവും. ചേച്ചി എന്തായാലും സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരാളുടെ കൂടെയല്ലേ മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നത്. പിന്നെ എന്താ, ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് നോക്കാം. ബീറും ഹോട്ടുമെല്ലാം ഒരുമിച്ചടിച്ച ദേവിക ചെറുതായി ഓഫായി തുടങ്ങിയെങ്കിലും അവൾ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചു. ഒരു ബിയർ അകത്തു ചെന്നപ്പോഴേ സാക്ഷി പതിവ് ഇമോഷണൽ ഡ്രാമ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അശ്വിനിയെ കെട്ടിപ്പിടിച്ച കരച്ചിലും 2 വർഷം മുൻപ് ഈ ഹോസ്റ്റലിൽ വന്നത് മുതലുള്ള പരിഭവങ്ങളും സന്തോഷങ്ങളും എണ്ണിപ്പറഞ്ഞ് ഒടുവിൽ കല്യാണത്തിന് വരില്ലെന്ന തീരുമാനത്തിൽ വരെ എത്തിയപ്പോൾ അതിഥി സാക്ഷിയുടെ കയ്യിൽ നിന്നും കുപ്പി വാങ്ങി മാറ്റിവെച്ചു. നിങ്ങൾ കല്യാണത്തിന് രാവിലെ വരില്ലേ? എന്തായാലും 3 പേർക്കും കൂടെ വരാൻ ആൾക്കാരുള്ളത് കൊണ്ട് കാമുകന്മാരെയും കൂട്ടിയിട്ട് വാ. എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാലോ. എനിക്ക് കാമുകനൊന്നുമില്ല. സാക്ഷി പകുതി ബോധത്തിൽ ആണെങ്കിലും ചാടി മറുപടി പറഞ്ഞു. ഇവളിനി ഇവനെ കെട്ടിയാൽ പോലും ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കാര്യമാക്കണ്ട. അവൾ സിദ്ധിനെയും കൂട്ടി വന്നോളും. അതിഥി സാക്ഷിയെ ഒന്നിരുത്തി നോക്കി. അപ്പോൾ നിന്റെ കാര്യം എങ്ങനെയാ? ഈ ഓർക്കിഡ് പൂവിൻ്റെ പിന്നിലെ കാമുകനെ കാണാൻ ഞങ്ങൾക്കൊരവസരം ഉണ്ടാവോ? ഞാൻ ചോദിക്കാം. അവൻ വരാതെയിരിക്കില്ല എന്നാണ് വിശ്വാസം. അതിഥി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. പക്ഷെ ദേവു, നീ അവനെ കൂട്ടി വന്നാൽ ഞാൻ അവനെ ഒന്ന് പൊട്ടിക്കും, ഉറപ്പാ. നീ ഒന്നും മിണ്ടാതിരിക്കെ. പഠിക്കുന്ന പിള്ളേരല്ലേ. പ്രായത്തിൻ്റെ ഓരോ മണ്ടത്തരങ്ങളാണ്. പിന്നെ ശരിയായിക്കോളും. ദേവു, നീ അവനെ കൊണ്ടുവരണം കേട്ടോ. അശ്വിനി വലിയ ചർച്ചയ്ക്കിട നൽകാതെ പറഞ്ഞു. പൊതുവെ 3 ടൈപ്പ് വെള്ളമടിക്കാരാണ് ഉള്ളത്. ഒന്ന് കുടിച്ചാൽ വയറ്റിൽ കിടക്കുന്നവർ. അവർ വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് അവർക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാവില്ല. മറ്റൊന്ന് കരച്ചിൽ ടീം. വെള്ളമടിച്ചാൽ മാത്രം ഇവർക്ക് എവിടുന്നാണ് ഇതിനു മാത്രം കണ്ണീരെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ തെറിവിളി ടീം. പൊതുവെ മാന്യന്മാരായ ഇവരുടെ തനിസ്വരൂപം പുറത്തു വരുന്നത് 2 തുള്ളി അകത്തു പോകുമ്പോഴാണ്. ഇതിൽ ഒന്നാമത്തെ വിഭാഗത്തിൽ പെടുന്നതായതുകൊണ്ട് രാത്രിയിലെ ഫുഡടിയും വെള്ളമടിയും കരച്ചിലും എല്ലാം കഴിഞ്ഞ് എല്ലാവരെയും ഉറക്കിക്കിടത്തിയ ശേഷമാണ് അതിഥി ഉറങ്ങാൻ കിടന്നത്. നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? പിറ്റേന്ന് അങ്കിളില്ലാത്ത സമയം ആൻറ്റിയെ കാണാൻ പോയ അതിഥിക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നതിനിടെ ആൻറ്റി ചോദിച്ചു. ഞാൻ ഇങ്ങോട്ട് വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് 2 പേർക്കും നന്നായി അറിയാലോ. പിന്നെന്തിനാ ആൻറ്റി ഈ ചോദിക്കുന്നേ? അതിഥി നേരെ അടുക്കളയിൽ കയറി ഫുഡ് എടുത്ത് ടേബിളിൽ വന്നിരുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇപ്പോൾ സാക്ഷിയുടെ കൂടെ പാർക്കിലും കാണാറില്ലെന്ന് ശാലു പറഞ്ഞല്ലോ. നിനക്ക് വർക്ക് ഒരുപാടുണ്ടോ ഇപ്പോൾ?
വർക്കൊന്നുമില്ല, എന്നാലും ഞാനൊരു പുതിയ പ്രോജക്റ്റിലാണ്. സക്സസ് ആയാൽ ഞാൻ വന്ന് പറയാം. മുളകിട്ട മീൻകറിയുടെ എരിവ് വലിച്ച് അതിഥി ചിരി ഒളിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്ക് നാട്ടിൽ എന്തെങ്കിലും ജോലി കിട്ടുമോ അമ്മോ? ആൻറ്റി നാട്ടിൽ പോവാണോ? ശാലുവിൻ്റെ +2 കഴിഞ്ഞാൽ ഇതെല്ലാം വിട്ട് പോയാലോ എന്നാണ് ആലോചന. അവിടെ വല്ല ജോലിയുമുണ്ടെങ്കിൽ ജീവിക്കാലോ. അതിന് അങ്കിൾ സമ്മതിക്കോ? ഞാൻ ഡിവോഴ്സിനെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങുന്നുണ്ട്. ഈ തല്ലും വഴക്കും സംശയരോഗവും ഒക്കെയായി എനിക്ക് മടുത്തു. അവൾക്ക് ആൻറ്റി ഫ്രിഡ്ജിൽ നിന്നും തണുത്ത വെള്ളമെടുത്തു കൊടുത്തു. ആൻറ്റി ജീവിതത്തിൽ എടുക്കാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് തീരുമാനം അതാവും. ഞാനുണ്ടാവും, എല്ലാത്തിനും സപ്പോർട്ട്. ഞാൻ മോളോടൊന്ന് സംസാരിക്കട്ടെ? അവളുടെ താല്പര്യവും നോക്കണ്ടേ? നിനക്ക് സ്വീറ്റ്സ് എന്തേലും വേണോ? വേണ്ട, പക്ഷെ ഒരു സാധനം വേണം, പിന്നെ ഒരു സഹായവും. കിഡ്നി ഒന്നും ചോദിക്കരുത്. ആൻറ്റി ചിരിച്ചുകൊണ്ട് കാറ്റുകടക്കാനായി ബാൽക്കണിയുടെ ഗ്ലാസ് തുറന്നിട്ടു. അതൊന്നും വേണ്ട. അങ്കിളിൻ്റെ അടികിട്ടി അത് വർക്കിംഗ് ആണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എനിക്കൊരു സാരി വേണം. പിന്നെ വരുന്ന ഞായറാഴ്ച രാവിലെ അത് ഉടുത്തും തരണം. അശ്വിനിയുടെ കല്യാണമാണ്. ആഹാ, അത്രയുള്ളൂ? നീ ഞായറാഴ്ച രാവിലെ ഇങ്ങ് പോരെ. കഴിഞ്ഞ തവണ ചേട്ടൻ്റെ മോളുടെ കല്യാണത്തിന് വാങ്ങിയ സാരിയുണ്ട്. എൻ്റെ ബ്ലൗസ് നിനക്ക് പാകമായിരിക്കും. ആൻറ്റി അലമാരയിൽ നിന്നും ഒരു വയലറ്റ് കസവ് സാരി എടുത്ത് പുറത്തിട്ടു. ഇതെന്തിൻ്റെ മെഡിസിനാണ്? സാരി വലിച്ചപ്പോൾ പുറത്തേക്ക് വീണ ബോട്ടിൽ കയ്യിലെടുത്ത് അതിഥി സംശയത്തോടെ ആൻറ്റിക്ക് നേരെ തിരിഞ്ഞു. കുറച്ചു കാലമായി ഒട്ടും ഉറക്കം കിട്ടുന്നില്ല. രാത്രി ഓരോന്നാലോചിച്ച് തലവേദനയും. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിനാണ്. ഇതിങ്ങനെ കഴിക്കുന്നത് നല്ലതല്ലെന്ന് ആൻറ്റിക്കറിയില്ലേ? ഞാൻ 2 ദിവസമേ കഴിച്ചുള്ളൂ. അങ്കിൾ കണ്ടാൽ ഇനി ഇതും പറഞ്ഞ് വഴക്കു വേണ്ടെന്ന് കരുതിയ ഷെൽഫിൽ വെച്ചത്. ആൻറ്റി അവളുടെ കയ്യിൽ നിന്നും ബോട്ടിൽ വാങ്ങി വീണ്ടും സാരികൾക്കിടയിലേക്ക് തിരികെ വെച്ചു. അതിഥി ആൻറ്റി എടുത്തു കൊടുത്ത സാരിയുടെ ഭംഗി നോക്കുന്നതിനിടെ പുറത്ത് കോളിംഗ് ബെൽ കേട്ട് ആൻറ്റി വാതിൽ തുറന്നു. മോളിവിടെ ഉണ്ടായോ? എപ്പോൾ വന്നു? പൊതുവെ ഇയാൾ ഈ സമയത്ത് വരാത്തതാണല്ലോ. ഇന്നിപ്പോൾ എന്തിനാണ് കെട്ടിയെടുത്തത്? ആൻറ്റി, എനിക്കിത് മതി. ഞാൻ ഞായറാഴ്ച വരാം. അങ്കിളിന് മറുപടി കൊടുക്കാതെ അങ്ങനെ ഒരാളെ കണ്ടില്ലെന്ന് നടിച്ച് അവൾ ധൃതിയിൽ പുറത്തിറങ്ങി. നീ എവിടെയാ? ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. ശരൺ ഫോണെടുത്ത് ഹലോ പറയാൻ തുടങ്ങുന്നതിന് മുൻപേ അവൾ അങ്ങോട്ട് ദേഷ്യപ്പെട്ടു. എടോ, താനല്ലേ പറഞ്ഞ് ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപേ വിളിക്കാം. അപ്പോൾ ഇറങ്ങിയാൽ മതിയെന്ന്. ഞാൻ റെഡിയായിട്ടില്ല. നീ എന്താ ഇത്ര നേരത്തെ വന്നത്? അവനോട് ദേഷ്യപ്പെട്ടിട്ടും തർക്കിച്ചിട്ടും കാര്യമില്ലെന്നറിയാവുന്നതുകൊണ്ട് അവരുടെ സ്ഥിരം മീറ്റിംഗ് പ്ലേസായ സ്റ്റോറീസിലേക്ക് എത്താമെന്ന് പറഞ്ഞ് അവിടേക്ക് അവൾ ഒരു ഓട്ടോ പിടിച്ചു. ആദ്യമായി അവൻ്റെ ഒപ്പം ഒരു രാത്രിയിലാണ് ഇവിടേക്ക് വന്നത്. പൊതുവെ ഇഷ്ടമില്ലെങ്കിലും ബാംഗ്ലൂരിലെ മറ്റ് ബ്രൂബറികളിൽ നിന്നും വ്യത്യസ്തമായൊരു അന്തരീക്ഷമാണ് സ്റ്റോറീസിന്. രാവിലെ പൊതുവെ ആൾക്കാർ കുറവായതിനാലും നല്ല ഭക്ഷണം കൊണ്ടും ഇത് പിന്നെ ഒരു സ്ഥിരം പ്ലേസായി. തമ്മിൽ കാണുമ്പോൾ എപ്പോഴും ഒരു സിഗരറ്റെങ്കിലും വലിക്കുന്ന ശീലമുള്ളതിനാൽ അവർ സ്ഥിരമായിരിക്കുന്ന സ്മോക്കിംഗ് അനുവദനീയമായ മുകളിലത്തെ ഫ്ലോറിലെ മൂലക്കിട്ട മരം കൊണ്ടുണ്ടാക്കിയ ചെയറിൽ അതിഥി അവനെ കാത്തിരുന്നു. എൻ്റെ കുട്ടി കാത്തിരുന്ന് മടുത്തോ? അവൻ ധൃതിപ്പെട്ടു വന്ന് ഹെൽമെറ്റ് ടേബിളിൽ വെച്ച് അവളുടെ തലയിൽ തലോടി നെറ്റിയിൽ ഉമ്മ വെച്ച് കസേര നീക്കി അവൾക്കടുത്ത് വന്നിരുന്നു. വല്ലപ്പോഴും ഇങ്ങനെ പുറത്തു പോകുമ്പോഴാണ് അവന് ടീഷർട്ട് ഇട്ട് കാണാറുള്ളത്. ഫുൾ സ്ലീവുള്ള റൗണ്ട് നെക്ക് ടീഷർട്ട് അവന് നന്നായി ചേരുന്നെന്ന് അവൾക്ക് തോന്നി. എന്നും നീ ജ്യൂസ് അല്ലേ കുടിക്കുന്നത്? ഒരു ചേഞ്ചിന് ബിയർ പറയട്ടെ? അവിടുത്തെ മെനു അവന് മനഃപ്പാഠമാണെങ്കിലും അവൻ വീണ്ടും അത് മറച്ചു നോക്കിക്കൊണ്ടിരുന്നു. എനിക്ക് വേണ്ട. ഓഹോ, നിങ്ങൾ ഗേൾസിൻ്റെ കൂടെ മാത്രമേ അടിക്കത്തുള്ളൂ? ഇടയ്ക്കൊക്കെ എനിക്കൊരു കമ്പനി താടോ. എനിക്ക് നട്ടുച്ചയ്ക്ക് ബിയർ അടിക്കാൻ ഒരു മൂഡില്ല. പിന്നെ ഞാൻ ബിയർ അടിക്കാറില്ല, ഓൺലി ഹോട്ട്. എന്നാൽ മൂടുള്ളപ്പോൾ പറ, നമുക്കൊരു പിടിപിടിക്കാം. അവൻ ബിയറിനും അവൾക്കൊരു ജ്യൂസിനും ഓർഡർ കൊടുത്തു. നീ ഇന്നലെ വെള്ളമടിച്ചിട്ട് എന്നെ വിളിക്കാഞ്ഞത് മോശമായി. ഞാൻ എത്ര നേരം നിന്റെ കോൾ വെയിറ്റ് ചെയ്തെന്നറിയോ? ഞാൻ പറഞ്ഞതല്ലേ വിളിക്കില്ല, കിടന്നോ എന്ന്. എന്നാലും അതൊക്കെ ഒരു രസമല്ലേ? എനിക്ക് പണ്ടൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾ വെള്ളമടിച്ചാൽ പിന്നെ ഭയങ്കര റൊമാൻറ്റിക്കാണ്. പിന്നെ അവളോട് സംസാരിച്ചാൽ നല്ല രസമാണ്. അവൻ എന്തോ ഓർത്തിട്ടെന്ന പോലെ ചിരിച്ചു. ബെസ്റ്റ്. നിനക്ക് നാണമില്ലേ പണ്ടത്തെ കാമുകിയുടെ റൊമാൻറ്റിക് കഥയൊക്കെ എൻ്റെ അടുത്ത് വന്ന് വിളമ്പാൻ? അവൾ പരിഭവത്തോടെ എണീറ്റു. എന്താ, പൊസസീവ്നെസ് ആണോ? അവൻ ഒരു സിഗരറ്റ് കത്തിച്ച് പഫെടുത്ത് കമ്പിയിൽ ചാരി നിന്ന് അവൾക്കരികെ വന്നു നിന്നു. എനിക്കൊരു പൊസസീവ്നെസ്സും ഇല്ല. നീ വേണേൽ നിന്റെ കംപ്ലീറ്റ് ലവ് സ്റ്റോറി പറ, ഞാൻ കേൾക്കാം. ഇപ്പോൾ അങ്ങനെ പറയാനൊന്നുമില്ല, പക്ഷേ ഇനി ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. അവൻ അവളുടെ വിരലുകളിലൂടെ കൈയിട്ടു. എടോ, നിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടോ? അവൾ ബാഗിൽ നിന്നും ഫോൺ എടുത്തു. ട്രൂ കോളറിൽ അങ്കിളിൻ്റെ നമ്പറാണെന്ന് കണ്ടപ്പോൾ അത് കട്ട് ചെയ്തു. നിനക്ക് ഫോൺ എടുത്തിട്ട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ അതങ്ങനെ കട്ട് ചെയ്യുന്നേ? ഇനി എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതാണെങ്കിലോ? ഇടയ്ക്കിടെ ഫോൺ കട്ട് ചെയ്തുകൊണ്ടിരുന്ന അതിഥിയെ നോക്കി അവൻ ചോദിച്ചു. അയാളുടെ ആവശ്യം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ ബാക്കി നമ്പറെല്ലാം ബ്ലോക്ക് ചെയ്തതാ. ഇത് പുതിയ നമ്പറാണെന്ന് തോന്നുന്നു. അവൾ അസ്വസ്ഥതയോടെ ആ നമ്പറും ബ്ലോക്ക് ചെയ്തു.
എടോ, താൻ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ആൻറ്റിയുടെ ഹസ്ബൻഡിനെ കുറിച്ചല്ലേ? ആൻറ്റിയോട് നന്നായി പെരുമാറുന്നില്ല എന്നത് മാറ്റി നിർത്തിയാൽ നിനക്ക് അയാളുമായി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, എനിക്കയാളെ ഇഷ്ടമില്ല, അത്രേയുള്ളൂ. അതിഥി, നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വള്ളിപുള്ളി തെറ്റാതെ നീ എന്നോട് പറയണമെന്ന് എനിക്കൊരു വാശിയുമില്ല. പക്ഷേ നീ എന്നോട് അത് പറയുന്നത് എനിക്കിഷ്ടമാണ്. നിന്റെ എന്ത് കുഞ്ഞു കാര്യങ്ങളും കേൾക്കാൻ എനിക്കിഷ്ടമാണ്. അവൻ കാലിയായ ബീർ ഗ്ലാസ് നീക്കിവെച്ച് അവൾക്കടുത്തേക്ക് ചേർന്നിരുന്നു. അയാൾ ഒരു ദിവസം രാത്രി വിളിച്ച് എന്നോട് മോശമായി സംസാരിച്ചു. എന്ത്? എന്നിട്ട് നീ തിരിച്ചൊന്നും പറഞ്ഞില്ലേ? നേരിട്ട് കണ്ടപ്പോൾ ഒന്ന് പൊട്ടിക്കായിരുന്നില്ലേ? ഞാൻ നല്ലോണം പറഞ്ഞു. അതിൽ പിന്നെ വിളിച്ചിട്ടില്ല. പക്ഷെ അവിടെ പോകുമ്പോഴൊക്കെ ഒന്നും സംഭവിക്കാത്ത പോലെ ചിരിച്ച് കൊഞ്ചി സംസാരിക്കാൻ വരും. ആൻറ്റിയെയും ശാലുവിനെയും ഓർത്തിട്ട് മാത്രമാണ് ഞാനൊന്നും പറയാതെ ഇരിക്കുന്നത്. നമുക്ക് അയാൾക്കിട്ട് 2 കൊടുത്താലോ? എന്ത് ധൈര്യത്തിലാ സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കൊച്ചിനോട് അങ്ങനെ സംസാരിക്കാൻ അയാൾക്ക് ധൈര്യം കിട്ടിയത്? ശരണിന് ഒരുപോലെ ദേഷ്യവും സങ്കടവും വന്നു. എനിക്കതിൽ വലിയ പുതുമയൊന്നും തോന്നുന്നില്ല. സ്വന്തം വീട്ടുകാർ പോലും ഇതൊക്കെ സാധാരണമാണ്, പെൺകുട്ടികൾ മാന്യമായി നടന്നാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ എന്നാണ് പറയുന്നത്. എൻ്റെ അതിഥി, നീ എന്താ പറയുന്നതെന്ന വല്ല ബോധം നിനക്കുണ്ടോ? ഏത് വീട്ടിലാണ് സ്വന്തം മകൾക്ക് ഇങ്ങനെയൊരു അവസ്ഥയുണ്ടാകുമ്പോൾ കൂടെ നിൽക്കാതെ ഇരിക്കുന്നത്? നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക വീടുകളിലും അങ്ങനെ തന്നെയാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം അയൽവാസികളൊക്കെ നമുക്ക് കുടുംബം പോലെയാണ്. ഒരു ദിവസം അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെയും ഭാര്യയുടെയും കൂടെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയി. അത്രയും ആളുകളുള്ള ആ ഷോപ്പിൽ ഡ്രസ് തിരിയുന്നതിനിടെ അയാൾ എൻ്റെ പിറകിൽ വന്നു നിന്ന് ഒരുപാട് നേരം മോശമായി പെരുമാറി. എനിക്ക് അനങ്ങാൻ പറ്റിയില്ല. ശരീരം മുഴുവൻ മരവിച്ച പോലെ. വായിൽ നിന്ന് ഒരക്ഷരം പുറത്തു വന്നില്ല. ഒരാളെന്നോട് മോശമായി പെരുമാറുന്നു എന്നതിനേക്കാൾ അത് ചെയ്യുന്നത് ഞാൻ എൻ്റെ സ്വന്തമെന്ന് കരുതിയ ഒരാളാണല്ലോ എന്ന ചിന്തയിൽ എനിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സുകൊണ്ട് ഞാൻ മരിച്ചു പോയിരുന്നു. അവളോട് എന്തു മറുപടി പറയണമെന്നറിയാതെ അവൻ അവളെ ചേർത്തു പിടിച്ചു. നീ ഈ കാര്യം വീട്ടിൽ പറഞ്ഞില്ലേ? പറഞ്ഞു. അന്നു തന്നെ പറയാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടായില്ല. പിന്നീടൊരിക്കൽ വീട്ടിൽ വന്നപ്പോൾ അയാൾ അധികാരത്തോടെ വീട്ടിലും മുറിയിലുമൊക്കെ വന്നു കയറിയപ്പോൾ അന്ന് രാത്രി അമ്മയോട് പറഞ്ഞു, ഇനി അയാളെ വീട്ടിൽ കയറ്റരുതെന്ന്. എന്നിട്ടെന്താ? അതൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും കാലമായില്ലേ? ഇതൊക്കെ സാധാരണ സംഭവമാണ്. നമ്മൾ സ്ത്രീകൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം. എന്താവശ്യത്തിനും വിളിച്ചാൽ വരാൻ അവർ മാത്രമേയുള്ളൂ. അതുകൊണ്ട് പിണങ്ങി നടക്കാൻ പറ്റില്ലത്രേ. പിന്നെ ഈയൊരു സംഭവമുണ്ടായ അന്ന് വീട്ടിലെത്തി എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ ഹാളിലുണ്ടായ കട്ടിലിൽ കിടന്നു. അപ്പോൾ അയാൾ വീട്ടിൽ വന്നിരുന്നു. അന്ന് അത്രയും ഉണ്ടായിട്ടും ഞാൻ അയാൾ വന്നപ്പോൾ എന്തിനവിടെ കിടന്നു എന്നതായിരുന്നു അമ്മയുടെ വിഷയം. അവിടെ ജീവിച്ചിട്ടും അമ്മയോട് അയാൾ ഒന്നും മോശമായി പെരുമാറിയിട്ടില്ല. എന്നോട് അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ നടപ്പിൻ്റെ പ്രശ്നമാവുമെന്നും കൂടെ പറഞ്ഞു. പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെയാണ് അവൾ അത്രയും പറഞ്ഞു തീർത്തതെങ്കിലും അവൻ അവളെ മുറുക്കെ ചേർത്ത് പിടിച്ചതിനാൽ ഹൃദയം 10 മടങ്ങ് വേഗത്തിൽ മിടിക്കുന്നത് അവന് കേൾക്കാമായിരുന്നു. നമ്മൾ ഈ വിശ്വാസവഞ്ചനകളൊക്കെ ആദ്യം നേരിടുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നു തന്നെയാണ്. അച്ഛനും അമ്മയും നമ്മുടെ സംരക്ഷകരാണെന്നുള്ള വലിയ നുണയൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോൾ പൊളിഞ്ഞു വീഴും. വീണ്ടും എപ്പോഴോ ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ആവശ്യമില്ലാതെ ഉണ്ടാക്കുന്ന ബഹളങ്ങളായേ അവർക്കതിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഉള്ള് അത്രമേൽ ഉടഞ്ഞു പോയിട്ടാണ്, മനസ്സിന് അത്രമേൽ മുറിവേറ്റതുകൊണ്ടാണ് അവരോട് ഒന്ന് മനസ്സിലാക്കി ചേർത്തു പിടിക്കാൻ ആവശ്യപ്പെടുന്നതെന്ന് അവർ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ഗതികേടെന്താണെന്നറിയോ? മാതാപിതാക്കൾ എത്ര നമ്മെ വേദനിപ്പിച്ചെന്ന് പറഞ്ഞാലും നമുക്കവരെ വെറുക്കാൻ കഴിയില്ല. അവരുടെ കണ്ണു നിറയുമ്പോൾ ഉള്ളു പിടഞ്ഞു പോകും. അവർ നൽകിയ വേദനകളൊക്കെ മറന്നുപോകും. ഈ കല്യാണമൊക്കെ കഴിഞ്ഞാലും പലതും സഹിച്ച് പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ തുടരുന്നതിൻ്റെ പ്രധാന കാരണം സ്വന്തം മാതാപിതാക്കളെ വിഷമിപ്പിക്കേണ്ട എന്ന ഒറ്റ ചിന്തയാണ്. സോറിഡാ, നീ ഇത്രയ്ക്ക് വേദനിച്ചപ്പോഴൊന്നും കൂടെ നിൽക്കാൻ കഴിയാതിരുന്നതിൽ. ഇതുപോലെ നിന്നെ വേദനിപ്പിക്കാൻ ഞാനിനി ആരെയും അനുവദിക്കില്ല. അവൻ കയ്യിലെടുത്ത് സിഗരറ്റ് പുറത്തേക്കെറിഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മവെച്ചു. ഞായറാഴ്ച നീ വരില്ലേ എൻ്റെ കൂടെ? പിന്നെ വരാതിരിക്കോ? എൻ്റെ കുട്ടിയെ സാരി ഉടുത്ത് കാണാൻ പറ്റുന്ന ഒരവസരം ഞാൻ പാഴാക്കുമോ? 18. പിറ്റേന്ന് ആദിയോട് ശരണിനെക്കുറിച്ച് പറയണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചാണ് അതിഥി ഓഫീസിലെത്തിയത്. നിനക്കറിയാലോ ഞാൻ ബീഫ് കഴിക്കില്ലെന്ന്. എന്നിട്ട് നാട്ടിൽ പോയപ്പോൾ ഇതാണോ നീ കെട്ടിവലിച്ച് കൊണ്ടുവന്നത്? രാവിലെ തന്നെ ബീഫ് വെട്ടി വിഴുങ്ങിക്കൊണ്ടിരുന്ന ആദിയെയും ശക്തിയെയും ഇരുത്തി നോക്കി പിണങ്ങി അവൾ ഡെസ്കിലേക്ക് നടന്നു. ഡെസ്കിലെത്തി മേശ തുറന്നപ്പോൾ അവൾ അതിൽ ഒളിപ്പിച്ചു വെച്ച ചിപ്സും അച്ചാറുമെല്ലാം കണ്ട് പിണങ്ങിപ്പോയ അതേ വേഗത്തിൽ അവൾ ആദിയുടെ അടുത്തേക്ക് തിരിച്ചോടി. എന്നാ ഒരു അവിഞ്ഞ ചിരി! ആ സാധനം കൊണ്ടുവെക്കേണ്ടായിരുന്നു. അതാവുമ്പോൾ 2 ദിവസം മിണ്ടാതിരുന്നേനെ. എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയേനെ. ആദി പാത്രത്തിലുണ്ടായ അവസാന ബീഫ് കഷ്ണവും വായിലേക്കിട്ടു. നീ ഇതൊന്ന് നിർത്താവോ? എനിക്ക് കുറച്ചു കാര്യം പറയാനുണ്ട്. കൈ കഴുകാൻ പോലും സമ്മതിക്കാതെ അവനെയും വലിച്ച് കഫിയിൽ കൊണ്ടിരുത്തി അവൾ ശരണിനെ കണ്ടതു മുതലുള്ള കഥ വിവരിച്ചു.
നീ എന്താ ഒന്നും പറയാത്തത്? കഥ മുഴുവൻ കേട്ടിട്ടും ഒന്നും മിണ്ടാതിരുന്ന ആദിയുടെ തലയ്ക്ക് അവൾ ഒരു കൊട്ടുകൊടുത്തു. ഒന്നുമില്ലടി, അവനേക്കാൾ ഗതികെട്ടവനായി ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ചതാ. നിന്റെ വായിൽ ഇതൊക്കെ വരൂ എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാഞ്ഞത്. നിന്നോടൊക്കെ ഇത് പറഞ്ഞ എന്നെ വേണം തല്ലാൻ. അതിഥി ദേഷ്യത്തിൽ കസേര നീക്കി തിരിഞ്ഞു നടന്നു. എടി, ഞാൻ അവനെ ഒന്ന് കാണട്ടെ, രക്ഷപ്പെടാൻ സമയമുണ്ടെന്ന് പറയാലോ. അവൾ കേൾക്കാൻ അവൻ അല്പം ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. നീ പോടാത്തേണ്ടി. അവൾ തിരിഞ്ഞു നോക്കാതെ തിരിച്ചു നടന്നു. വന്നു കയറിയപ്പോൾ തന്നെ രണ്ടും കൂടെ വഴക്കായോ? അതിഥിയുടെ തെറിവിളി കേട്ടാണ് ഗീതി ചേച്ചി കയറി വന്നത്. അവൻ നന്നാവില്ല ചേച്ചി, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായി, വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയോ? എവിടെ ഒതുങ്ങാൻ? അവർ നന്നാവില്ല, അത്രയുള്ളൂ. ഞാൻ 2 ദിവസമായി ഫോൺ എടുക്കാറില്ല. നിനക്ക് വീട്ടിൽ കല്യാണത്തിന്റെ സംസാരമൊക്കെ തുടങ്ങേണ്ട സമയമായല്ലോ. അതൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ നാട്ടിൽ നിൽക്കാത്തതിന്റെ ഒരു പ്രധാന കാരണം അതുതന്നെയാണ്. അടുത്ത മാസം കുടുംബത്തിൽ ഒരു വീട്ടുതാമസം ഉണ്ട്. അതിനെന്തായാലും പോകണം. അന്ന് കുടുംബക്കാരെല്ലാം ചേർന്ന് തന്നെ കെട്ടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങളിതുവരെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ലേ? ഞങ്ങളൊന്നും മര്യാദയ്ക്ക് പ്രേമിച്ചു പോലും തുടങ്ങിയിട്ടില്ല ചേച്ചി. ലഞ്ചിന് കാണാട്ടോ, എനിക്ക് വർക്കുണ്ട്. ചേച്ചിയോട് ബൈ പറഞ്ഞ് ലാപ്ടോപ്പ് ഓണാക്കി. ബാംഗ്ലൂരിൽ വന്ന സമയത്ത് ഈ സിറ്റി തനിക്ക് സെറ്റാവില്ലെന്ന് കരുതി കൊൽക്കത്തയിലേക്കുള്ള ജോലിക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. ദേ ഇപ്പോൾ ആ ജോലിക്ക് സെലക്ട് ആയെന്ന് പറഞ്ഞുകൊണ്ടുള്ള മെയിൽ വന്നിരിക്കുന്നു. കുറച്ചുനേരം ആ മെയിൽ ആവർത്തിച്ചു വായിച്ച് തൽക്കാലം ഈ ഓഫർ നിരസിക്കുന്നുവെന്ന് മറുപടി അയച്ച് അവൾ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തു. അവൻ്റെ വാട്സപ്പ് മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുക എന്നതല്ലാതെ വലിയ വർക്കൊന്നും നടന്നില്ല എന്നതാണ് സത്യം. ചേച്ചി എണീക്കുന്നില്ലേ? ആൻറ്റിയുടെ വീട്ടിൽ പോകണ്ടേ? സാരി ഉടുക്കണ്ടേ? ഞായറാഴ്ച രാവിലെ ദേവിക തട്ടി വിളിച്ചപ്പോഴാണ് അതിഥി ഉറക്കമുണർന്നത്. ഇന്നലെ അവനോട് സംസാരിച്ച് ഒരുപാട് വൈകിയാണ് കിടന്നത്. സാക്ഷിയും ദേവികയും കുളിയെല്ലാം കഴിഞ്ഞ് ഒരുക്കം തുടങ്ങിയിരുന്നു. ശരൺ ചേട്ടൻ കാറും കൊണ്ട് കൃത്യം 10 മണിക്ക് വരില്ലേ? കുളിക്കാൻ ഇറങ്ങിയ അതിഥിയോട് വീണ്ടും സമയമുറപ്പിക്കാനായി ദേവു ചോദിച്ചു. അവൻ പറഞ്ഞാൽ സമയത്ത് വരും. നിന്റെ പയ്യൻ ഇനി ലേറ്റാവാതെ ഇരുന്നാൽ മതി. സാക്ഷി, സിദ്ധു ഓഡിറ്റോറിയത്തിലേക്കല്ലേ വരുന്നത്? നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. വേണ്ട, അവൻ നേരെ വന്നോളും. ഉടുക്കാൻ എളുപ്പം ഫാൻസി സാരിയാണെന്ന് പറഞ്ഞ് സാരി വാങ്ങിയിട്ട് രാവിലെ മുഴുവൻ അതും കൊണ്ട് സഹിക്കട്ട സാക്ഷി ഒടുവിൽ അപ്പുറത്തെ റൂമിലെ ചേച്ചിയെ സഹായത്തിന് വിളിക്കാൻ പോയി. അവളും വേഗത്തിൽ ഒരു കുളി പാസാക്കി ആൻറ്റിയുടെ വീട്ടിലേക്ക് നടന്നു. അമ്മു, ഇപ്പോൾ തന്നെ 8:30 കഴിഞ്ഞു. ഈ 1 മണിക്കൂർ കൊണ്ട് എങ്ങനെയാ റെഡിയാവുന്നത്? ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ വരണമെന്ന്. ചെന്നു കയറിയപ്പോൾ തന്നെ ആൻറ്റി അതിഥിയെ ചീത്ത പറയുന്നത് കേട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന ശാലു അടക്കി ചിരിച്ചു. അമ്മേ, ചേച്ചിക്ക് ഇടിയായി സന്തോഷം ലേശം കൂടുതലാണോ? സാരി ഉടുക്കുന്നതിനിടെ ശാലു ഒരു ഇഡ്ഡലി എടുത്ത് സാമ്പാറിൽ മുക്കി അതിഥിയുടെ വായിൽ വെച്ചു കൊടുത്തു. ഇത്രയും കാലം ഞാൻ എപ്പോഴും സങ്കടപ്പെട്ട് നടക്കുന്നു എന്നായിരുന്നു പരാതി. ഇപ്പോൾ ഇങ്ങനെയായോ? ദേ, നീ അധികം കളിച്ചാൽ ഞാൻ ആ ബാൽക്കണി അടച്ചു പൊട്ടിക്കും ട്ടോ. അതിഥി ചിരിച്ചുകൊണ്ട് അവൾക്കൊരു താക്കീത് നൽകി. അതിഥി റെഡിയായി വന്നപ്പോഴേക്കും ഹോസ്റ്റലിനു താഴെ കാറുമായി ശരൺ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തു ഭംഗിയാ എൻ്റെ റൂംമേറ്റിനെ കാണാൻ അല്ലേ? പക്ഷെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ മതിയോ? നമുക്ക് പോകണ്ടേ? വയലറ്റ് സാരിയും ചെറിയ ഗോൾഡൻ മാലയും മുല്ലപ്പൂവും ഒക്കെ ചൂടി ഒരുങ്ങി വന്ന അതിഥിയെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്ന ശരണിന് സാക്ഷി തട്ടി വിളിച്ചു. യു ലുക്ക് ബ്യൂട്ടിഫുൾ. ചുറ്റുമുണ്ടായവരെ ഒന്നും നോക്കാതെ ശരൺ അതിഥിയെ എപ്പോഴത്തെയും പോലെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. ചേച്ചി, ഇതാ അമൽ. ദേവിക കാറിൽ ചാരി മാറി നിന്ന പയ്യനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു. കാണുമ്പോൾ ഇത്രയും പാവമായ ഈ പയ്യനാണ് ദേവുവിനെ ഇത്രയും കഷ്ടപ്പെടുത്തുന്നതെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അവൾ അവന് കൈകൊടുത്ത് പരിചയപ്പെട്ടു. നീ എൻ്റെ അടുത്തിരിക്കെ. കാറിലെ പിറക് സീറ്റിൽ കയറാൻ പോയ അതിഥിയെ ശരൺ പിടിച്ച് മുൻ സീറ്റിലിരുത്തി. നീ ഇന്നും പൂ വാങ്ങിച്ചിട്ടാണോ വന്നത്? സീറ്റിലുണ്ടായ വയലറ്റ് ഓർക്കിഡ് പൂ അവളെടുത്ത് മടിയിൽ വച്ചു. മുന്നിലും ബാക്കിലും റൊമാൻസ്. ഞാൻ ഇവിടെ പെട്ടുപോയല്ലോ. എല്ലാവരെയും മാറി മാറി നോക്കി സാക്ഷി പരിഭവിച്ച് മുഖം തിരിച്ചു. ബാംഗ്ലൂരിൽ വന്നിട്ട് ആന്ധ്ര സ്റ്റൈൽ കല്യാണം കൂടാനും ഒരു ഭാഗ്യം വേണം. അശ്വിനിയുടെ കല്യാണ ചടങ്ങുകൾ കണ്ട് അമൽ എല്ലാവരോടും എന്ന പോലെ പറഞ്ഞു. മഞ്ഞയിൽ പച്ച ബോർഡറുള്ള കസവ് സാരിയും നെറ്റിയിൽ കുഞ്ഞു കിരീടവും വലിയ മുക്കുത്തിയുമൊക്കെയായി അണിഞ്ഞൊരുങ്ങിയ അശ്വിനിയെ നോക്കി സാക്ഷിയും അതിഥിയും കൈവീശി. സോറി, ഞാൻ കുറച്ചു ലേറ്റായി. സാക്ഷിക്ക് മുഖം കൊടുത്താൽ ചീത്ത കേൾക്കുമെന്ന് പേടിച്ചിട്ടാകണം സിദ്ധ് വന്നപാടെ ശരണിനും അമലിനുമിടയിലേക്ക് ഒരു കസേര വലിച്ചിട്ട് ഇരുന്നു. സ്റ്റേജിൽ തകൃതിയായി കല്യാണ ചടങ്ങുകൾ നടക്കുമ്പോഴും സാക്ഷിയെ നോക്കിക്കൊണ്ട് മൂന്നും ടോട്ടൽ 6 പേർ അടിപൊളി എന്നു കാണിച്ച് അശ്വിനി പൊട്ടിച്ചിരിച്ചു. ഫോട്ടോ എടുക്കാൻ സ്റ്റേജിൽ കയറിയപ്പോൾ എല്ലാവരെയും പിടിച്ച് ജോഡിയാക്കി നിർത്തി വട്ടുപിടിപ്പിക്കാനും അവൾ മറന്നില്ല. ഈ ആൺപിള്ളേർ എത്ര പെട്ടെന്നാ കമ്പനിയാവുന്നേ അല്ലേ? കുറച്ചു മാറി നിന്ന് എന്തൊക്കെയോ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു കൊണ്ടിരുന്ന ശരണിനെയും അമലിനെയും സിദ്ധിനെയും നോക്കി സാക്ഷി പറഞ്ഞു. നമ്മുടെ തന്നെ വല്ല കുറ്റവും പറയുന്നതാവും, അല്ലാതെ ഇവർക്കിതിനു മാത്രം എന്താ പറയാൻ? അങ്ങനെ വിട്ടാൽ പറ്റില്ല ചേച്ചി, വാ.
ദേവു അവരെയും വിളിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന അവർക്കിടയിലേക്ക് കയറി ചെന്നു. ഹോസ്റ്റലിൽ എല്ലാവരെയും ഭരിച്ചു നടക്കുന്ന സാക്ഷിയെ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് സിദ്ധു നോക്കുന്നത്. എങ്ങനെയുള്ളവരായാലും പ്രായം എത്രയായാലും എല്ലാവരിലും ഒരു കൊച്ചുകുട്ടിയുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. എപ്പോഴും പുഞ്ചിരിച്ച് അവളെ കളിയാക്കി, അവളുടെ പരാതികൾ മൂളിക്കേട്ട്, ഇടയ്ക്ക് മുഖത്തോട്ട് വീണുകിടന്ന അവളുടെ മുടി നേരെയാക്കി, എപ്പോഴും കൂടെയുണ്ടെന്ന് തോന്നിപ്പിച്ച്, പക്ഷേ അതേസമയം അവൾക്ക് അവളായി നിൽക്കാൻ കഴിയുന്ന ഒരിടം. വീട്ടുകാരെ വേദനിപ്പിച്ച് സാക്ഷി ഒരിക്കലും ഒരു തീരുമാനം എടുക്കില്ലെന്ന് സിദ്ധിനും നന്നായി അറിയാം. ഒന്നാകുമെന്ന് ഒരിറ്റു പ്രതീക്ഷ പോലും ഇല്ലാഞ്ഞിട്ടും കലഹങ്ങളില്ലാതെ ഇത്ര മനോഹരമായി പരസ്പരം ചേർത്ത് പിടിക്കാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നുവെന്ന് അതിഥിക്ക് അത്ഭുതം തോന്നി. ഇവിടെ വന്ന് ഈ നേരത്തിനുള്ളിൽ ഒരു 10 തവണയെങ്കിലും അമൽ ദേവുവുമായി അടിയുണ്ടാക്കി കഴിഞ്ഞിരുന്നു. പട്ടുപാവാടയുടെ ബ്ലൗസിനിറക്കം കുറവാണ്, വയർ കാണുന്നു. അവൾ അവൻ്റെ കൂടെ ഉള്ളപ്പോൾ കാലിന്മേൽ കാലെടുത്തു വച്ചിരുന്നു. ഒരുപാട് മേക്കപ്പ് ഇട്ടു. സിദ്ധിനോടും ശരണിനോടുമൊക്കെ ഇത്ര സ്വാതന്ത്ര്യമെടുത്ത് സംസാരിക്കുന്നതെന്തിന് എന്ന് തുടങ്ങി ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവൾക്ക് പിറകെ നടക്കുന്ന അമലിനെ കണ്ടപ്പോൾ അതിഥിക്ക് നേരെ ചെന്ന് 2 പൊട്ടിക്കണമെന്ന് തോന്നി. എത്ര സന്തോഷമായിരിക്കാൻ അവൾ ശ്രമിച്ചാലും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അതില്ലാതാക്കണമെന്ന ഒരു അനാവശ്യ വാശി അവനുണ്ട്. എന്നിട്ട് നിന്റെ കാര്യത്തിൽ എനിക്ക് എത്ര കരുതലുള്ളത് കൊണ്ടാണ് എന്ന മുടന്തൻ ന്യായവും. എല്ലാവരെയും നോക്കി ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്ന അവളെ ശരൺ പിറകിലൂടെ വലിച്ച് ആളൊഴിഞ്ഞ ഒരിടത്തേക്ക് മാറ്റി നിർത്തി. നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ഇപ്പോൾ കണ്ടല്ലോ, എന്നാ പിടിവിട്, അവൾ ചിരിയൊളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്തു വർത്തമാനമാടോ, ആദ്യമായി സാരിയൊക്കെ എടുത്ത് വന്നിട്ട് ഒരു ഉമ്മ പോലും തരാതെ. അയ്യടാ, ഒരു ഉമ്മയുമില്ല, നീ പോയേ. അവൾ അവൻ്റെ നെഞ്ചിൽ കൈ അമർത്തി പിറകോട്ട് തള്ളി. നീ ഇവിടെ നിൽക്കുവാണോ? നിന്നെ ഞാൻ എത്ര നേരമായി നോക്കുന്നു. അടുത്തുനിന്ന് ശരണിനെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ സാക്ഷി അതിഥിയുടെ കയ്യും പിടിച്ചു നടന്നു. ഇവളെ ഞാൻ കൊല്ലും, ഉറപ്പാ. ശരണിനെ തിരിഞ്ഞു നോക്കി ചിരിച്ച അതിഥിയോട് അവൻ ആംഗ്യത്തിൽ പറഞ്ഞു. ഉച്ചയ്ക്കു ശേഷം നല്ല മഴയായതിനാൽ ഭക്ഷണം കഴിച്ച് അശ്വിനിയോട് യാത്ര പറഞ്ഞവർ വേഗമിറങ്ങി. ദേവുവിനെയും സാക്ഷിയെയും ഹോസ്റ്റലിൽ വിട്ട് എന്തായാലും കാർ എടുത്തതല്ലേ, ഒരു ഡ്രൈവ് പോയി വരാമെന്ന് പറഞ്ഞ് അതിഥിയെ ശരൺ പിടിച്ചിരുത്തി. ദയവ് ചെയ്ത് ഗ്ലാസ് തുറക്കരുത് അതിഥി, വെള്ളം മുഴുവൻ അകത്തു കയറും. പുറത്തെ മഴ ആസ്വദിക്കാൻ ഗ്ലാസ് തുറക്കാൻ പോയ അതിഥിയോട് ഒരു അപേക്ഷ എന്ന പോലെ അവൻ പറഞ്ഞു. എനിക്ക് മഴ കാണണം, അല്ലെങ്കിൽ നീ എനിക്കൊരു പാട്ട് പാടുത്താം. ആഹാ, ഭീഷണിയാണോ? എൻ്റെ കയ്യിൽ ഗിറ്റാറൊന്നുമില്ലടോ. ഗിറ്റാറൊന്നും വേണ്ട, നീ വെറുതെ പാടിയാൽ മതി. ഏത് പാട്ടാണ് വേണ്ടേ? നിനക്കല്ലേ എൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ അറിയുന്നേ, നീ അതിൽ ഏതെങ്കിലും പാടിയാൽ മതി. എന്തോ മൊഴിയുവാനുണ്ടാകുമീ മഴയ്ക്കെന്നോട് മാത്രമായി, ഏറെ സ്വകാര്യമായി. സന്ധ്യ തൊട്ടേ വന്നു നിൽക്കുകയാണവൾ എൻ്റെ ജനാല തന്നരികിൽ, ഇളം കുങ്കുമക്കാറ്റിൻ്റെ ചിറകിൽ. എന്തോ മൊഴിയുവാനുണ്ടാകുമീ മഴയ്ക്കെന്നോട് മാത്രമായി, ഏറെ സ്വകാര്യമായി. പണ്ടു തൊട്ടേ എന്നോടിഷ്ടമാണെന്നാവാം, പാട്ടിൽ പ്രിയമെന്നുമാവാം. എന്നോ പഠിച്ചു മറന്ന രാഗങ്ങളെ പിന്നെയും ഓർമ്മിക്കയാവാം, ആർദ്രമൗനവും വാചാലമാവാം. സ്റ്റിയറിങ്ങിൽ താളമിട്ട് വരികൾ ഓർത്തെടുത്ത് പാടിക്കൊണ്ടിരുന്ന അവനെ എത്ര നോക്കി നിന്നാലും മതിയാകില്ലെന്ന് അവൾക്ക് തോന്നി. അല്ലെങ്കിലും നമുക്ക് അത്രമേൽ പ്രിയമുള്ളൊരാൾ നമുക്ക് വേണ്ടി, നമുക്ക് മാത്രം വേണ്ടി ചെയ്യുന്നതെന്തും ഒരിക്കലും അവസാനിക്കാൻ ആരും ഇഷ്ടപ്പെടില്ലല്ലോ. എടോ, തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. ഡോറിൽ തലചായ്ച്ച് അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന അവളെ അവൻ തട്ടി വിളിച്ചു. അടുത്ത ശനി ഞായർ ഞാൻ ഫ്രീ അല്ല കേട്ടോ. ഫോൺ കട്ട് ചെയ്ത പാടെ അതിഥി പറഞ്ഞു. അതെന്താ? എൻ്റെ ഒരു മാമൻ്റെ മോൻ ഒരാളുണ്ട്, കണ്ണൻ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാ. അവനും അവൻ്റെ ഫ്രണ്ടും കൂടെ വരുന്നുണ്ട്. എന്തോ ഇൻ്റർവ്യൂ ഉണ്ടത്രേ. അവർക്കിനി 2 ദിവസം താമസിക്കാൻ ഒരു സ്ഥലം സെറ്റാക്കണം. പിന്നൊന്ന് പുറത്തൊക്കെ കൊണ്ടുപോകണം. എവിടെയാ നിർത്തുന്നത്? ആദിയുടെ അടുത്ത് നിർത്താം, അതാ നല്ലത്. ആദിയോട് സമ്മതമൊക്കെ ചോദിക്കുന്നതിന് മുൻപേ അതിഥി തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. എടോ, അവർ വേണേൽ എൻ്റെ കൂടെ നിൽക്കട്ടെ. നിനക്ക് നമ്മുടെ കാര്യം അവൻ അറിയുന്നതിൽ പ്രശ്നമുണ്ടേൽ വേണ്ട, അല്ലെങ്കിൽ എനിക്കൊന്ന് പരിചയപ്പെടാലോ. കുടുംബത്തിൽ വന്നു കയറുമ്പോൾ നമുക്കൊരു ഹോൾഡ് ഉള്ളത് നല്ലതല്ലേ? നീ ഈ ചെറിയ ഗ്യാപ്പിൽ അത്രയും ചിന്തിച്ചു കൂട്ടിയോ? കണ്ണൻ അറിയുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എൻ്റെ അനിയനെ കൊണ്ട് നിനക്ക് ശല്യമായെന്ന് പറയരുത്. പിന്നെ ഇടയ്ക്കൊക്കെ എൻ്റെ കൈവിട്ടി ഗിയറൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ. അവളുടെ കൈ മുറുക്കെ പിടിച്ച് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അമ്മോ, നീ ഒരാഴ്ച മുൻപേ വരില്ലേ? ഇവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചു ദിവസമായി ഫോൺ വിളിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും മാറി മാറി ചോദിക്കാൻ ഇത് മാത്രമേ ഉള്ളോ? അവൾക്ക് ദേഷ്യം വന്നു. നീ അവിടെ പോയിട്ട് 8 മാസം കഴിയാറായി. ഇതുവരെ വീട്ടിലേക്ക് വരണമെന്ന് തോന്നിയില്ലല്ലോ. കുടുംബത്തിലൊരു പരിപാടി നടക്കുമ്പോഴെങ്കിലും വാ. കണ്ണൻ വരുന്നില്ലേ അങ്ങോട്ട്? അവൻ തിരിച്ചു വരുമ്പോൾ നീയും നാട്ടിലേക്ക് വാ അവൻ്റെ കൂടെ. ഇവരിത് പ്ലാൻ ചെയ്തിട്ടാണ് കണ്ണനെ ഈ ആഴ്ച ഇങ്ങോട്ട് വിടുന്നതെന്ന് അവൾക്ക് തോന്നി. കല്യാണമൊന്നുമല്ലല്ലോ അമ്മേ, വീട് താമസമല്ലേ, അതിന് ഒരാഴ്ച മുൻപേ ഒന്നും വരണ്ട.
എനിക്ക് ലീവും കിട്ടില്ല. ഞാൻ വ്യാഴാഴ്ച വരും, ഞായറാഴ്ച പരിപാടി കഴിഞ്ഞ് തിങ്കളാഴ്ച തിരിച്ചു വരും. ഇതിൻ്റെ മേലെ ഇനിയൊരു സംസാരം വേണ്ട. വീണ്ടും ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് തോന്നിയപ്പോൾ അവൾ ഫോൺ കട്ട് ചെയ്ത് കിടന്നു. ശനിയാഴ്ച അതിഥിക്ക് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നതിനാൽ ശരൺ തന്നെയാണ് കണ്ണനെയും ഫ്രണ്ടിനെയും പിക്ക് ചെയ്യാൻ പോയത്. അവരെ ഇൻ്റർവ്യൂവിന് കൊണ്ടുവിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് അതിഥിയും ശരണും കൂടെ ഫ്ലാറ്റിലെത്തി. ഇതാണ് സാമും രാഹുലും. ശരൺ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അവൻ്റെ റൂംമേറ്റ്സിനെ അവൾ അന്നാദ്യമായാണ് നേരിൽ കണ്ടത്. അവർ പരസ്പരം കൈകൊടുത്ത് പരിചയപ്പെട്ടു. നിങ്ങളെല്ലാം ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യുന്നേ, എന്നിട്ടെന്താ ചായ കുടിക്കാനൊന്നും അവിടെ കാണാത്തത്? ഡിന്നർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ശരണിനെ സഹായിക്കാനെന്ന് പറഞ്ഞ് അടുക്കളയിൽ കയറി അവനെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന സാമിനെ നോക്കി അവൾ ചോദിച്ചു. അയ്യോ, ആ കഥ അപ്പോൾ സാറ് പറഞ്ഞിട്ടില്ലേ? എന്ത് കഥ? ഞാൻ പറയട്ടെ? സാം ഒരു സംശയത്തിൽ ശരണിനെ നോക്കി. അവൻ്റെ അനുവാദമൊന്നും വേണ്ട, നീ പറ, അതിഥി പ്രോത്സാഹിപ്പിച്ചു. മറുപടിയൊന്നും പറയാതെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരുന്ന ശരണിൻ്റെ മൗനം സമ്മതമായെടുത്തു. ഇവന് ലേശം വൃത്തിയും പിന്നെ ചില കാര്യങ്ങളിൽ അനാവശ്യ വാശിയും ഒക്കെയുള്ള കാര്യം ഇപ്പോൾ നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? നമ്മുടെ ഓഫീസിലെ കഫേയിൽ നിന്നല്ലാതെ ആ ചായക്കടയിൽ പോയി ചായ കുടിക്കാൻ ഇവൻ വരില്ലായിരുന്നു. ആൾക്ക് വൃത്തി പോരാ എന്നാണ് മൂപ്പരുടെ അഭിപ്രായം. 1.5 വർഷത്തോളം ഇവിടെ ജോലി ചെയ്തിട്ട് ആകെ ഒരു തവണയാണ് അവൻ ആ ചായക്കടയിൽ വന്നിട്ടുള്ളത്. നിന്റെ ഡയറി കളഞ്ഞു പോയ അന്ന്. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ചായ കുടിക്കാൻ അവിടെ കയറി. അപ്പോൾ ഇവൻ ഇസ്തിരിയിട്ട് വെച്ച ഷർട്ട് ഞാൻ ഇട്ടുകൊണ്ട് വന്നു. ഇപ്പോൾ കണ്ടില്ലെങ്കിൽ എന്നെ ഇനി 3 ദിവസം കഴിഞ്ഞേ കാണൂ, ചീത്ത വിളിക്കാൻ മറന്നു പോകും എന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കാൻ വന്നതാ അന്നാണ് ആ ഡയറി കിട്ടുന്നത്. സാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നമ്മൾ എത്ര വിളിച്ചാലും അവന് വൃത്തിയുടെ വിഷമമായിരുന്നു. ഇപ്പോൾ അതിൽ പിന്നെ ആ ചായക്കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. രാഹുലും സാമിനെ പിന്താങ്ങി. മതിയാക്കടാ, ഒരവസരം കിട്ടുമ്പോൾ മാക്സിമം മുതലെടുക്കണം അല്ലേ? ശരൺ അവരെ രണ്ടുപേരെയും കിച്ചണിൽ നിന്നും ഇറക്കിവിട്ടു. നീ എന്തിനാ ചിരിക്കുന്നത്? അവനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന അതിഥിയെ നോക്കി ചോദിച്ചു. ഐ ലവ് യു. അതിഥി അവൻ്റെ ചോദ്യത്തിന് മറുപടിയൊന്നും കൊടുക്കാതെ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ടിട്ട് ഇത്രയും കാലമായിട്ടും നീ ഇന്നാണ് എന്നോടിത് പറയുന്നത്, അറിയോ? അവൻ അവളുടെ തലയിൽ മുഖം ചേർത്തു. ഡിന്നർ റെഡിയായപ്പോഴേക്കും കണ്ണനും എത്തിയിരുന്നു. അതിഥിയെ കണ്ടപാടെ അവൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. കൂടെയുണ്ടായ സുഹൃത്ത് നിഹാലിനെ അവൻ എല്ലാവർക്കും പരിചയപ്പെടുത്തി. ഭക്ഷണമെല്ലാം കഴിച്ച് ഇറങ്ങാൻ പോയ അതിഥിയെ കണ്ണൻ പിടിച്ചു നിർത്തി. എത്ര കാലം കഴിഞ്ഞിട്ടാ ചേച്ചിയെ കാണുന്നേ? ചേച്ചി ഇന്ന് പോകണ്ട, നമുക്കിവിടെ കൂടാം പ്ലീസ്. എനിക്ക് എന്തോരം കഥ പറയാനുണ്ടെന്നറിയോ? അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ഇന്ന് വരില്ലെന്ന് സാക്ഷിയെ വിളിച്ചു പറഞ്ഞു. ഒരുപാട് നേരം കഥ പറഞ്ഞിരുന്ന് കാർഡ് കളിച്ച് ബാക്കി എല്ലാവരും ഉറങ്ങിയപ്പോൾ അതിഥിയും ശരണും കണ്ണനെയും വിളിച്ച് ടെറസിലേക്ക് പോയി. ചേട്ടാ, അതിഥി ചേച്ചി പണ്ട് ചേരട്ടെ പിടിച്ച് തിന്നുമായിരുന്നു, അറിയോ? ഗിറ്റാർ വായിച്ചു കൊണ്ടിരുന്ന ശരണിനോടൊരു സ്വകാര്യമെന്നോണം കണ്ണൻ പറഞ്ഞു. അയ്യേ, ശരിക്കും? അവൻ അല്പമറപ്പോടെ അതിഥിയെ നോക്കി. എടാ പോടാ, അത് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അറിയാതെ വായിലിട്ടതല്ലേ. അവൾ കണ്ണനെ ദേഷ്യത്തോട് നോക്കി ന്യായീകരിക്കാൻ ശ്രമിച്ചു. അതെ, ഒരു തവണ കഴിച്ചാൽ അബദ്ധം. ഇത് 3 തവണ പിടിച്ചിട്ടുണ്ട്. പിന്നെ ചേച്ചിയെ കുറേ കാലം മുറ്റത്ത് പോലും ഇറക്കില്ലായിരുന്നു. ശരണും കണ്ണനും അവളെ കളിയാക്കി ചിരിച്ചു. ആഹാ, നല്ല ബെസ്റ്റ് അളിയന്മാർ. അവൾ ദേഷ്യത്തിൽ എണീറ്റ് പോയി. ചേട്ടാ, അമ്മു ചേച്ചിയെ നന്നായി നോക്കണം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, പാവം. ഇപ്പോഴും ചേച്ചിക്ക് വേണ്ടി ഒന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയേ ജീവിച്ചിട്ടുള്ളൂ. ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കും. ചേച്ചിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരേയൊരു കാര്യം ചേട്ടനോടുള്ള ഈ ഇഷ്ടമാണ്. അതെപ്പോഴും അങ്ങനെ ഉണ്ടാവണം. കണ്ണൻ അല്പം വിഷമത്തോടെ പറഞ്ഞു. ശരൺ അതിന് മറുപടി നൽകാതെ അവൻ്റെ തോളിൽ കൈയിട്ട് ചേർത്ത് നിർത്തി. പിറ്റേന്ന് ബാംഗ്ലൂരൊക്കെ കറങ്ങി അവരെ രണ്ടുപേരെയും നാട്ടിലേക്കുള്ള ട്രെയിൻ കയറ്റിവിട്ട് അതിഥിയെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യുമ്പോഴാണ് ഹോസ്റ്റലിന് മുൻപിൽ വെച്ച് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ദേവുവിനെയും അമലിനെയും കണ്ടത്. ഇവനെ ഒരു ദിവസം ഞാൻ എന്തെങ്കിലും ചെയ്യും, ഉറപ്പാ. ദേവു കരയുന്നത് കണ്ട് വിഷമം വന്ന അതിഥി അമലിനെ വഴക്കു പറയാൻ പോകുന്നത് കണ്ട് ശരൺ അവളെ പിടിച്ചു നിർത്തി. വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് ഉറക്കെ ദേഷ്യപ്പെട്ട് അമൽ ദേവുവിൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. അതുകണ്ട് ശരൺ ഓടിച്ചെന്ന് അവൻ്റെ കോളറിൽ പിടിച്ചു തള്ളി. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അടിക്കാൻ ഓങ്ങിയ കൈ ദേഷ്യത്തിൽ പിൻവലിച്ച് അമലിനെ വഴക്കു പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിട്ടു. നീ ദേവുവിനെയും കൂട്ടി അകത്തേക്ക് പൊക്കോ, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ട, ഞാൻ വിളിക്കാം. ചുവന്ന കവിൾ പൊത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ദേവുവിനെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന അതിഥിയെ ഏൽപ്പിച്ച് അവൻ പറഞ്ഞു.